السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه من رضوان الله. أما بعد، فقد قال النبي صلى الله عليه وسلم: من حسن إسلام المرء تركه ما لا يعنيه. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على عهدي. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് നമുക്കൊക്കെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തേരുമാറാവട്ടെ. നമുക്ക് ആഖിറത്തെ ഓർത്തുകൊണ്ട്, പരലോകത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാനാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിച്ചതിൻ്റെ ഒരു ചെറിയ അംശം നമുക്ക് അല്ലാഹുവിനെ സ്നേഹിക്കാൻ പറ്റണം. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമായിരിക്കും. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടം ഉണ്ടാകും. അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം ഇങ്ങോട്ട് ലഭിക്കും. ആ അടിമകളിലാണ് നമ്മളെല്ലാവരും ഉൾപ്പെടേണ്ടത്. മുഅ്മിൻ ആരാണ്? ആരാണ് ഒറിജിനൽ മുഅ്മിൻ? അയാളെക്കുറിച്ച് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഒറിജിനൽ മുഅ്മിനായ മനുഷ്യന് കുറേ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പേടിയുണ്ടാവും. അയാളാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അയാൾക്ക് പേടിയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമതായി അയാൾക്ക് പേടി മിൻ ഖിബലില്ലാഹി തആല, അള്ളാഹു എൻ്റെ ഈമാൻ ഊരിക്കളയുമോ എന്ന പേടി എപ്പോഴും ഉണ്ടാവണം. ലോകത്ത് മഹാഭൂരിപക്ഷം ആൾക്കാരും ഈമാൻ ഇല്ലാത്തവരാണ്. നമുക്ക് ഈമാൻ ലഭിച്ചത് നമ്മൾ അധ്വാനിച്ച് നേടിയെടുത്തത് അല്ല. അല്ലാഹ് തന്ന ഈമാൻ അള്ളാഹുവിന് ഊരിയെടുക്കാൻ വലിയ പണിയൊന്നും ഇല്ലതാനും. ഒരു മുഅ്മിനായ മനുഷ്യന് എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കേണ്ട പേടിയാണ് മിൻ ഖിബലില്ലാഹി തആല, എൻ്റെ റബ്ബ് എനിക്ക് അനുഗ്രഹമായി തന്ന ഈമാൻ
എടുത്തു കളയുമോ ഊരിക്കളയുമോ എന്ന പേടി നമുക്കുണ്ടാവണം. അങ്ങനെ അള്ളാഹു ഒരു തീരുമാനം എടുത്താൽ അതിനെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ആരും ഇല്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ആ റബ്ബിൽ നിന്ന് എനിക്കങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടാകുമോ എന്ന ഭയം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കണം. ആ പേടി നമുക്കുണ്ടാവണം. മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് ഇബ്നു അബി മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഞാൻ 120 സ്വഹാബിമാരെ മനസ്സിലാക്കിയപ്പോൾ അവർക്കെല്ലാം ഉള്ള പേടി, ഞാൻ മുനാഫിഖായി പോകുമോ, എനിക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയാണ് സ്വഹാബത്തിന് മുഴുവനും ഉള്ളതെന്ന് ഇബ്നു അബി മുലൈക റളിയല്ലാഹു അൻഹു പറയാണ്. സ്വഹാബത്തിന് തന്നെ അങ്ങനെ പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു ദിവസം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൻളല റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഹൻളല തങ്ങൾ കരയാണ്. എന്താ ഹൻളല കരയണത്? നാഫഖ ഹൻളല, ഹൻളല മുനാഫിക്കായി. സിദ്ദീഖ് തങ്ങളെ മുനാഫിക്കായിന്നോ? അതെന്താ നിങ്ങൾ അങ്ങനെ പറയണത്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഇരിക്കുമ്പോൾ സ്വർഗം ഓർമ്മ വരുന്നു, നരകം ഓർമ്മ വരുന്നു. പക്ഷേ ആ സദസ്സ് വിട്ട് വിരിഞ്ഞാൽ ആ ചിന്തകളൊന്നും ഇല്ലല്ലോ. എനിക്കെന്നെ പേടിയാവുന്നു, ഞാൻ ഒറിജിനൽ മുഅ്മിനല്ലേ മുനാഫിഖാണോ എന്ന പേടിയുണ്ട്. സ്വഹാബത്തിന് തന്നെ പേടിയാണെങ്കിൽ അസ്വഹാബത്തു കുല്ലുഹും ഫിൽ ജന്ന, സ്വഹാബത്തെല്ലാവരും സ്വർഗത്തിലാണ്. ആ സ്വഹാബത്തിന് തന്നെ പേടിയാണ്, ഞാൻ ആളെ മുമ്പിൽ വലിയ ആളാവാൻ കളിക്കുന്നതാണോ, ലൈവ് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഉഷാറധികം, ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആവേശമുണ്ട്, ഞാൻ മുനാഫിഖായി പോകുന്നുണ്ടോ എന്ന പേടി ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മെ ഭയപ്പെടുത്തണം, നമ്മെ അലട്ടിക്കൊണ്ടിരിക്കണം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയം ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല രഹസ്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സ്വഹാബിയായി ചമഞ്ഞ് നടക്കുന്ന മുനാഫിഖീങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് തന്നിട്ടില്ലേ? അതെന്തിനാ ഉമർ തങ്ങളെ നിങ്ങൾ വഫാത്തിൻ്റെ സമയത്ത് ഇതൊക്കെ ചോദിക്കുന്നത്? ആരെല്ലാമാണ് ഈ നാട്ടിൽ മുനാഫിഖീങ്ങളുള്ളത് എന്ന് അറിയേണ്ട ആവശ്യം ഉമറിനില്ല. പിന്നെ ആ ലിസ്റ്റിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ടോ എന്ന് നോക്കുമോനെ. ഇത് കേട്ടപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. നിങ്ങൾ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാവാനോ? അതൊന്നും ഇല്ലെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ശരിക്ക് നോക്കുമോനെ, ശരിക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, എൻ്റെ പേര് മുനാഫിഖീങ്ങളുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ടോ? കണ്ടോ, അവർക്കൊക്കെ പേടിയാണ്. എൻ്റെ ഈമാനായിട്ടില്ലേ എന്നവർക്ക് പേടിയാണ്. ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റഹിമഹുല്ലാ അവിടുത്തെ അൽ അൻവാറുൽ ഖുദ്സിയ ഫി ആദാബിൽ ഉബൂദിയ എന്ന കിതാബിൽ ഈ വിഷയങ്ങൾ എഴുതി വെക്കുന്നത് കാണാം. അതാണ് ഒരു മനുഷ്യനുണ്ടാവേണ്ട ആദ്യത്തെ പേടി. ഇനി നേരെ തിരിച്ചാണെങ്കിൽ, എന്ത് നേരെ തിരിച്ച്? ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ ഈമാനൊന്നും നഷ്ടപ്പെടൂല. ഒരാൾക്ക് അങ്ങനെ തോന്നുക, എൻ്റെ ഈമാനൊന്നും നഷ്ടപ്പെടൂല എന്ന് ഒരാൾക്ക് തോന്നുകയാണ്. ഞാനെങ്ങനെ ഈമാൻ നഷ്ടപ്പെടാനോ? എനിക്ക് ഈമാൻ നഷ്ടപ്പെടാനോ എന്നയാൾക്ക് സ്വന്തത്തെക്കുറിച്ച് ഭയങ്കര കോൺഫിഡൻസ്. നമുക്കങ്ങനെ തോന്നാൻ പറ്റുമോ? ഇല്ല. മാ അമിന അഹദുൻ അലാ ദീനിഹി ഇല്ലാ സുലിബ. ഒരാൾക്ക് തോന്നുകയാണ്
എൻ്റെ ഈമാൻ നഷ്ടപ്പെടൂല. ഞാൻ എത്ര കാലം ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നു, എത്ര ഉസ്താദുമാരുമായി ബന്ധം ഉണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് ഈമാൻ നഷ്ടപ്പെടൂല എന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല, ഇല്ല. മാ അമിന അഹദുൻ അലാ ദീനിഹി ഇല്ലാ സുലിബ. ഒരാൾക്ക് സ്വന്തം ഈമാനിനെ കുറിച്ച് എൻ്റെ ഈമാൻ നഷ്ടപ്പെടില്ല എന്ന് തോന്നിയാൽ ഇല്ലാ സുലിബ, അയാളുടെ ഈമാൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കെപ്പോഴും പേടിയുണ്ടാവണം. അല്ലാ, എത്ര ആൾക്കാർ ലോകത്ത് ഈമാനില്ലാതെ മരിച്ചു പോയിട്ടുണ്ട്. ഈമാനില്ലാതെ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അവസാനം മരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈമാൻ തെറ്റി മരിച്ചു പോവുക എന്ന് പറയുന്ന സംഭവമൊന്നും ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവും ചെയ്യില്ല. അങ്ങനല്ല ഈ പറയണത്. ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യൻ അവസാന ഈമാൻ അങ്ങ് നഷ്ടപ്പെട്ട് മരിച്ചു പോവുക, അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവില്ല. അതല്ല പറയണത്. പിന്നെ രഹസ്യ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന പേടിയുണ്ടാവണം. പേടി വേണം. എത്ര ആൾക്കാരുടെ ഹജ്ജ് ക്ലാസ് എടുത്ത ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഈമാനില്ലാതെ മരിച്ചുപോയത് കിതാബുകളിൽ കാണാം. അല്ലാ, നീ കാക്കണേ റഹ്മാനെ. പേടി വേണം മോമിനീങ്ങളെ. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത്? അതിന് ചില തെറ്റുകുറ്റങ്ങൾ കാരണമാകും. അതിലൊന്ന് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലാണ്. ഉഖൂഖുൽ വാലിദൈൻ. ഒരു നിലക്കും നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മളെ കൊണ്ട് വിഷമിക്കാൻ പാടില്ല. മാതാപിതാക്കളെ ഒരു നിലക്കും നമ്മൾ പ്രയാസപ്പെടുത്തരുത്. നമ്മുടെ ആഖിബത്തിനെ ബാധിക്കും. ഉപ്പാക്കും ഉമ്മാക്കും നന്നായിട്ട് ഗുണം ചെയ്യുന്നവരാവണം നമ്മൾ. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഖിദ്മത്തുകളൊക്കെ നമ്മൾ ചെയ്യണം. ഉമ്മ മരിച്ചുപോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഉപ്പ മരിച്ചുപോയി, ഒരാളെ ഇപ്പോൾ ഉള്ളൂ. അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഉള്ള ആളെ നന്നായിട്ട് തൃപ്തിപ്പെടുത്തണം, ഡബിള് തൃപ്തിപ്പെടുത്തണം. ഉപ്പ ഉണ്ട് എന്ന് കരുതുക, ഉമ്മ മരിച്ചുപോയി. അല്ലെങ്കിൽ ഉമ്മ ഉണ്ട്, ഉപ്പ മരിച്ചുപോയി. എങ്കിൽ നിലവിൽ ആരാണോ ഉള്ളത് അവരെ നന്നായിട്ട് തൃപ്തിപ്പെടുത്തണം. എങ്കിൽ മരിച്ച് ഖബറിലുള്ള ഉപ്പാക്ക് ഉമ്മാനെ തൃപ്തിപ്പെടുത്തുന്ന മക്കളെ കണ്ടിട്ട് സന്തോഷം ഉണ്ടാവും. ഉമ്മാൻ്റെ സന്തോഷം കിട്ടും, ഉപ്പാൻ്റെ സന്തോഷവും കിട്ടും. അതാണ് ഒരാൾ മരിച്ചു പോയാൽ ചെയ്യേണ്ടതെന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാ അവിടുത്തെ അൽ ഈലാഹു വൽ ബയാൻ എന്ന കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം, ഉപ്പയും ഉമ്മയും ജീവിതകാലത്ത് ആരെയെല്ലാം ബഹുമാനിച്ച് സ്നേഹിച്ച് സഹായിച്ചിട്ടുണ്ടോ അവരെയൊക്കെ നമ്മളും പരിഗണിക്കുക. എങ്കിൽ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വലിയ താല്പര്യവും ഇഷ്ടവും നമ്മളോടുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, ഉമ്മാക്ക് വലിയ താല്പര്യമാണ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ. മരിച്ചുപോയ ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കൾ ധാരാളം ഭക്ഷണം കൊടുക്കുന്നവരാവണം. മരിച്ചുപോയ ഉപ്പാൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി തന്നെ ഇൽമിൻ്റെ അഹ്ലുകാർക്ക് ധാരാളം സഹായം ചെയ്യും. മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ വാപ്പാക്ക് ജീവൻ്റെ ജീവനാണ്. ആ വാപ്പാനെ സ്നേഹിക്കുന്ന മക്കൾ എന്ത് ചെയ്യണം? ഇൽമിൻ്റെ അഹ്ലുകാരെ സഹായിക്കണം. എങ്ങനെയാ ഇൽമിൻ്റെ അഹ്ലുകാരെ സഹായിക്കൽ? ഇൽമിനെ സഹായിക്കുന്നതിന് ഇസ്ലാമിൽ ഒരുപാട് വകുപ്പുണ്ട്. ഉദാഹരണത്തിന് ഇൽമിനെ സഹായിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് മുദരിസായി ഖിദ്മത്തെടുക്കൽ. മുദരിസാവൽ, മുഅല്ലിമാവൽ, അത് ഇൽമിനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇൽമിനെ സഹായിച്ചൊരു മനുഷ്യൻ ഈമാനോടെ തന്നെ മരിക്കുള്ളൂ. ഇൽമിനെ സഹായിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കിതാബ് വാങ്ങിയിട്ട് മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കൽ, അല്ലെങ്കിൽ അവരുടെ ലൈബ്രറിയിലേക്ക്, കുത്തുബഖാനയിലേക്ക് വഖഫ് ചെയ്യൽ. അത് രണ്ടാമത്തെ ഭാഗമാണ്. ഇൽമിനെ സഹായിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്
ഇൽമിൻ്റെ അഹ്ലുകാർക്ക് പേന വാങ്ങിക്കൊടുക്കൽ, പേന എഴുതാനുള്ള പേന വാങ്ങിക്കൊടുക്കൽ. അങ്ങനെയെങ്കിലും നമ്മൾ ഇൽമിനെ സഹായിക്കണം. നാലാമത്തതാണ് ഇൽമിൻ്റെ അഹ്ലുകാർക്ക് എഴുതാനുള്ള സംവിധാനങ്ങൾ വാങ്ങിക്കൊടുക്കൽ. പേപ്പറോ ഡയറിയോ നോട്ട് പുസ്തകമോ എന്തേലും വാങ്ങിക്കൊടുക്കൽ. കൻസുൽ ഉമാലിൻ്റെ മുസന്നിഫ് എഴുതിയ ഗായത്തുൽ കമാൽ ഫി അഫ്ളലിൽ അഅ്മാൽ എന്ന ഗ്രന്ഥത്തിൽ ഇൽമിനെ സഹായിക്കുന്നതിൻ്റെ ഒരുപാട് വിശദീകരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമ്മളും ചെയ്യുക. എങ്കിൽ ജീവിതകാലത്ത് ഇൽമിനെ സ്നേഹിച്ച വാപ്പാക്ക് നമ്മളെ കണ്ടിട്ട് വലിയ സന്തോഷം ഉണ്ടാവും. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ മക്കളുടെ നന്മ കണ്ടിട്ട് വലിയ സന്തോഷം പ്രകടിപ്പിക്കും. അവർ ഇബാദത്തുകൾ കൂടുതൽ ചെയ്യുമ്പോൾ മരിച്ചുപോയ മാതാപിതാക്കൾ ഖബറിൽ നിന്ന് ദ്വാരക്കും അത്രേ, അല്ലാഹ് എൻ്റെ മക്കളതാ ധാരാളം ഇബാദത്ത് ചെയ്യുന്നു, അവർക്ക് ആ ഇബാദത്ത് തുടർന്നും ജീവിതത്തിൽ കൊണ്ടുപോകാൻ തൗഫീക്കേകണേ എന്ന് അവർ ദ്വാരക്കും അത്രേ. അപ്പോൾ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് അവർ ജീവിതത്തിൽ എന്തെല്ലാമാണോ ചെയ്തത്, ആരെയൊക്കെയാണോ സ്നേഹിച്ചത്, അത് നമ്മളും ചെയ്യുക. സ്വഹാബാക്കളിൽ പ്രധാനിയായ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ. അഹ്ലുസുഫത്തുകാരായ പാവപ്പെട്ട സ്വഹാബത്തിന് പണക്കാരായ സ്വഹാബിമാരുടെ കൂടെ അവരുടെ കഴിവനുസരിച്ച് 2 പേര് 3 പേര് 4 പേര് 5 പേരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ 10 ആളെ ഏറ്റെടുക്കുന്ന സ്വഹാബിമാരൊക്കെ ഉണ്ടാകുമ്പോൾ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറയത്രേ, ഞാനൊരു 80 ആളെ കൊണ്ടുപോയിക്കോളാം. ഓഹോ, 80 ആളെ സ്വന്തം വീട്ടിലേക്ക് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ കൊണ്ടുപോകണമെങ്കിൽ ആ സ്വഹാബിയുടെ ഈമാൻ എത്രയായിരിക്കും? 80 ആളെ കൊണ്ടുപോയിക്കോളാം ഒരു രാത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയ കാലം മുതൽ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വീട്ടുകാരെയും ഭക്ഷണം കഴിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരമാവധി അധ്വാനിക്കുകയും ചെയ്യുന്ന സ്വഹാബിയാണ് സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു. ആ സ്വഭാവം അങ്ങനെ തന്നെ ജീവിതത്തിൽ കൊണ്ടുവന്ന ആളാണ് സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹുവിൻ്റെ മകൻ ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുമാ. താരീഖ് ദിമിഷ്കിലുണ്ട്. അങ്ങനെ തന്നെ കൊണ്ടുവന്ന ആളാണ്. നമ്മളും ജീവിതത്തിൽ വാപ്പ എങ്ങനെ ജീവിച്ചോ ആ നന്മയിൽ തന്നെ ജീവിക്കുമ്പോൾ വാപ്പാക്ക് ഖബറിൽ വലിയ സന്തോഷം ഉണ്ടാകും. അതാണ് ഉപ്പാനോടും ഉമ്മാനോടുള്ള ഇഷ്ടത്തിൻ്റെ രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തെ അടയാളം, മാതാപിതാക്കൾ എന്ത് നമ്മളോട് പറഞ്ഞാലും നമുക്ക് കഴിയാത്ത കാര്യമാണെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തു കൊടുക്കണം. അവസാന കാലമാകുമ്പോൾ സുഹൃത്തുക്കൾക്ക് പരിഗണന കൊടുത്ത് ഉപ്പാൻ്റെ വില നഷ്ടപ്പെടുന്ന ഒരു കാലം വരും. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഉപ്പയേക്കാൾ പ്രാധാന്യം ഫ്രണ്ട്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഖിയാമത്ത് നാളെ ഏതായാലും സംഭവിക്കേണ്ടത് സംഭവിക്കും, നമ്മളായിട്ട് അതിനെ നേരത്തെ ആക്കണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതേതായാലും അതിൻ്റെ ഡേറ്റിന് സംഭവിച്ചോളൂ. നമ്മളെന്താക്കണ്ട, ഇങ്ങോട്ടേക്ക് നേരത്തെ വലിക്കണ്ട. വാപ്പ പറഞ്ഞു, മോനെ നീ പോകണ്ട മോനെ, ഞാൻ ടിക്കറ്റ് എടുത്തു, ഫ്രണ്ട്സിനോട് ഞാനെന്ത് പറയും? അപ്പം നിനക്ക് ഫ്രണ്ട്സാണോ വാപ്പനേക്കാൾ വലുത് എന്ന ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. 10 രൂപൻ്റെ ചായ കുടിക്കാൻ വേണ്ടി 800 രൂപൻ്റെ പെട്രോൾ അടിച്ചിട്ട് ഇൻസ്റ്റഗ്രാം ടീമായി നമ്മൾ മാറിയാൽ വാപ്പ പറയാണ്, നീ എന്തെന്നാടായി കളിക്കുന്നു. അപ്പോൾ വാപ്പനെ പഴഞ്ചനായി കാണരുത്. വാപ്പ നിൻ്റെ നാളെ കൂടി കണ്ടിട്ടാണ് നിന്നോട് ഈ ഉപദേശിക്കുന്നത്. നാളെ കണ്ടിട്ടാണ് ഉപ്പ നിന്നെ ഉപദേശിക്കുന്നത്. സുഹൃത്തുക്കൾക്ക് വാപ്പനേക്കാൾ പരിഗണന കൊടുക്കുന്നത് ഖിയാമത്ത് നാളുടെ അടയാളമാണ്. ചില ചെറുപ്പക്കാർ അങ്ങനെ ഉണ്ട്. ഉമ്മയേക്കാൾ പ്രാധാന്യം ഭാര്യയ്ക്ക് കൊടുക്കരുത്. ഭാര്യനോടുള്ള സ്നേഹമായിട്ടുണ്ടാവണം,
പക്ഷെ ഉമ്മയാണ് നമ്മുടെ എല്ലാം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഉമ്മാൻ്റെ മുകളിൽ പറക്കാനൊന്നും ഒരു പറവക്കും അനുമതി കൊടുക്കാൻ പാടില്ല. ഉമ്മയാണ് ഓൾ ആൻഡ് ഓൾ. ആ ബോധ്യം നമുക്കുണ്ടാവണം. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക. മാതാപിതാക്കൾ നമ്മളെ വെറുത്താൽ ആഖിബത്ത് മോശമാവാനുള്ള ഒരു കാരണമായി തീരും. നമ്മുടെ ജീവിതത്തിൽ കുറേ നന്മകളൊന്നും ഇല്ലെങ്കിലും ഉപ്പാനി ഉമ്മാനിയും തൃപ്തിപ്പെടുത്തിയ ജീവിതമാണെങ്കിൽ അയാൾക്ക് ഈമാനോടുള്ള മരണം സാധ്യത കൂടുതലാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, ചില ചെറുപ്പക്കാരെ കണ്ടാൽ എന്തൊരു സന്തോഷം എന്നറിയാം. അവർ ചിലപ്പോൾ ചില കുരുത്തക്കേടും എന്തെങ്കിലും മൊബൈലിൽ സ്ക്രീനിൽ അഡിക്ഷനായ ജീവിതമൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അവരെ ഉമ്മ ഒന്ന് വിളിച്ച് മോനെ എവിടെ ഉണ്ട് മോനെ വരി എന്ന് പറഞ്ഞാൽ തീർന്നു, വേറെ വർത്താനൊന്നുമില്ല, അവർ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ്. ഉപ്പാനെ കണ്ടാൽ എന്തൊരു ബഹുമാനം എന്നറിയാം അവർക്ക്. അങ്ങനത്തെ എത്ര ചെറുപ്പക്കാരുണ്ട് നമ്മളെ നാട്ടിലൊക്കെ. എനിക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരുണ്ട്. അവൻ ഏത് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോഴും അവൻ്റെ വാപ്പാനെ കൊണ്ടാണ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുക. കാരണം അവൻ്റെ ഉപ്പയാണ് അവൻ്റെ എല്ലാം. ഉപ്പ വലിയ സയ്യിദോ വലിയ ആലിമോ അല്ലെങ്കിൽ വലിയ മുദരിസൊന്നുമല്ല, സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരാൾ. പക്ഷേ എൻ്റെ സ്വർഗം എൻ്റെ ഉപ്പാൻ്റെ അടുത്താണുള്ളതെന്ന് ആ മോൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ബർക്കത്ത് എൻ്റെ ഉപ്പാൻ്റെ അടുത്താണ്. മാതാപിതാക്കൾക്ക് സഹായിക്കാതെ, കുടുംബത്തെ പരിഗണിക്കാതെ, അയൽവാസികളെ പരിഗണിക്കാതെ, നാട്ടുകാർക്ക് സ്വതക്ക ചെയ്യുന്ന ആളുടെ സ്വതക്ക സൂഫിയാക്കൾ സ്വീകരിക്കാറില്ലെന്ന് ഷാറാനി ഇമാം റഹിമഹുല്ലയുടെ ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിലുണ്ട്. ഉപ്പാനുമ്മാന് നല്ല പരിഗണിക്കണം. ഉപ്പാക്കുമ്മാക്കും സ്വതക്ക ചെയ്യുക എന്ന് പറയണത് 1,00,000 ഇരട്ടി പ്രതിഫല. 1 രൂപ ഉപ്പാക്കുമ്മാക്കും കൊടുത്താൽ ഇൻറ്റു 1,00,000, 1,00,000 കൂലിയാണ്. 10 രൂപ കൊടുത്താൽ 10,00,000 കൂലിയാണ്. കണ്ടോ? അത് എവിടെ കൊടുത്താലേ കിട്ടുക? മാതാപിതാക്കൾ ജീവിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗകാലമാണ്. എപ്പോഴും അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ, സ്നേഹത്തോടെ നോക്കിയാൽ ഹജ്ജ് ഉംറ ചെയ്ത കൂലിയാണ്. ഉപ്പ ഉമ്മ വീട്ടിലുണ്ടാവുന്ന ഒരു കാലം വെളിച്ചമുള്ള കാലമാണ്. ഉപ്പാനുമ്മാനെ നന്നായി സ്നേഹിക്കണം. അവർ പോയി കഴിഞ്ഞിട്ട് കുറേ കരയുന്നതിനേക്കാൾ നല്ലത് ഉള്ള കാലത്ത് നന്നായി സന്തോഷിപ്പിക്കണം. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ ഏറ്റവും വലിയ ഇബാദത്തായിട്ട് നടത്തേണ്ടത്, കൊണ്ട് നടക്കേണ്ടത് ഉപ്പാക്കും ഉമ്മാക്കുള്ള ഖിദ്മത്തായിരിക്കണം. അവരെത്ര വലിയ റിസ്ക് പറഞ്ഞാലും അത് ചെയ്യണം. ചിലപ്പോൾ ഉപ്പയും ഉമ്മയും പറയുന്നതായിരിക്കും എനിക്ക് ഖൈറ്, ഇതല്ല ഖൈറ്. മോളെ നീ ഓനെ കെട്ടണ്ടെന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും പറഞ്ഞാൽ അതിൻ്റെ അപ്പുറവും വേണ്ട ഇപ്പുറവും വേണ്ട. അവൾ നിനക്ക് ശരിയാവില്ല മോനെ എന്ന് ഉമ്മ ഉപദേശിച്ചാൽ പിന്നെ മറുത്തൊന്നും ആലോചിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നാളെ നമുക്കത് ഷർറായി കഴിഞ്ഞാലോ എന്ന് നമ്മൾ വിചാരിക്കണം. അല്ല ഉപ്പ ഓള് അത്രയും നല്ല പെണ്ണാണ് എന്നൊക്കെ നീ ഗവേഷണം നടത്തിയല്ലേ, നീ മുജ്തഹിദൊന്നല്ലല്ലോ, നീ ഗവേഷണം നടത്തി പറയുന്നല്ലേ. കുടുംബം എന്ത്, ജീവിതം എന്ത് എന്ന് നമുക്ക് എന്തെന്ന് പഠിപ്പിച്ചു തരുകയും അനുഭവിക്കുകയും എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്ത മാതാപിതാക്കളല്ലേ നിന്നോട് പറയണത് ആ ബന്ധം വേണ്ട മോളൂ, ആ ബന്ധം വേണ്ട മോനെ എന്ന് ഉപ്പയും ഉമ്മയും പറഞ്ഞെന്ന് കരുതുക. അവരുടെ ഷറഫാക്കപ്പെട്ട നാവോണ്ടല്ലേ പറഞ്ഞത്, പിന്നെ മറുത്തൊന്നും ആലോചിക്കാൻ പാടില്ല. അങ്ങനെ മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കുന്നവരാവണം നമ്മളെല്ലാം. 4-മത്തെ കാര്യം, അവർ മാതാപിതാക്കൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം എപ്പോഴും താഴ്ത്തിയിട്ടാണ് സംസാരിക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞല്ലോ, നീ ഉമ്മ ഉള്ള റൂമിലാണ് ഉള്ളതെങ്കിൽ നിന്റെ വസ്ത്രം
കുടയരുത്. കാരണം നിന്റെ വസ്ത്രത്തിലെ പൊടിപടലങ്ങൾ ഉമ്മ ധരിച്ച ഡ്രസ്സിൽ പറ്റിപ്പിടിച്ചാലോ, അത് വേണ്ട മോനെ. വളരെ താഴ്മയോടെ ആയിരിക്കണം ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും മുമ്പിൽ പെരുമാറേണ്ടത്. ഉപ്പാക്കും ഉമ്മാക്കും നമ്മളോടൊരു കാര്യം പറയാൻ പേടിയുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ മോനെ, നീ തോറ്റുപോയിട്ടുണ്ടടാ, നീ തോറ്റുപോയി. ഉമ്മാക്ക് നമ്മളോടൊരു പൈസ ചോദിക്കാൻ ഭയങ്കര പേടി. അവനോടെങ്ങനെ ചോദിക്കുക, അവനെങ്ങനെ പ്രതികരിക്കാൻ? തീർന്നു പോയടാ ലൈഫ്. നീ ഹജ്ജല്ല ഉംറല്ല, നിനക്കെന്തി ഭാഗത്തുണ്ടെങ്കിലും നീ തോറ്റു. ഉമ്മ നിന്നെ പേടിക്കുന്നുണ്ട്. അവൻ്റെ ഭാര്യൻ്റെ മുമ്പിൽ നിന്ന് എന്നോട് ചൂടായേക്കോന്നു ഉമ്മാക്ക് നമ്മളെക്കുറിച്ച് പേടിയുണ്ടെങ്കിൽ തീർന്നു, ലൈഫ് തീർന്നു പോയി. ഇനി നീ മത്സരിച്ചിട്ട് കാര്യമില്ല, ഇനി നിനക്കൊന്നും നേടിയെടുക്കാനൊന്നും പറ്റൂല, തീർന്നു പോയിട്ടുണ്ട്. മാതാപിതാക്കളുടെ മുമ്പ് ഇന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. ഉപ്പാനോടും ഉമ്മാനോടും തർക്കിക്കാൻ പറ്റുമോ? ഇമാമിങ്ങൾ മറുപടി പറഞ്ഞു, ഉപ്പാനോടും ഉമ്മാനോടും തർക്കിക്കൽ പോയിട്ട് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ചെരുപ്പിനോട് പോലും തർക്കിക്കാൻ പാടില്ല. ഇസ്ബാത്തുൽ ഹുജ്ജത്തി അലൽ വാലിദൈൻ മിൻ ഉഖൂഖിൽ വാലിദൈൻ. നീ ഉപ്പാക്കും ഉമ്മാക്കും എതിരെ ആയത്തും ഹദീസ് ഓതുക എന്ന് പറയുന്നത് ഒരു ശരിയില്ലാത്ത പരിപാടിയാണ്. നീ തെളിവ് പറയുന്നത് ഉമ്മാനോടോ ഉപ്പാനോടോ? ഞാൻ എൻ്റെ ഭാര്യനെ എവിടെയെങ്കിലും കൂട്ടിയിട്ട് പോകുന്നതിന് ഉമ്മാനക്ക് എന്താ പ്രശ്നം? എൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് എവിടെയും പോയിക്കൂടെ എന്ന്? എന്താ ഡയലോഗില്ലേ? നീ മൂക്കൊണ്ട് വരക്കേണ്ട ഒരു കാലം, നിന്റെ മക്കൾ നിന്നിങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവരുന്ന ഒരു കാലം നീ കൂടുതൽ കാലം കഴിയുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ചോളി. ബാക്കി എല്ലാ തെറ്റിൻ്റെയും ശിക്ഷ ആഖിറത്തിലേക്ക് അള്ളാഹു പോസ്റ്റ് പോൺ ചെയ്യും. ഇതിൻ്റെ ശിക്ഷ ദുനിയാവും തന്നെ കിട്ടിത്തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു ദുരന്തം. ബാക്കിയുള്ളൊക്കെ അള്ളാഹു ഇപ്പം വേണ്ട പോട്ടെ എന്നൊക്കെ വിചാരിക്കും. ഹലീം. ഇതിൻ്റെ ശിക്ഷ ആഖിറത്തിലേക്ക് അല്ല, ഇത് ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ജസ്റ്റ് ടെസ്റ്റ് ഡോസ് അങ്ങ് കൊടുത്തു തുടങ്ങും. വലനുദിഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ. വലുത് വരും, ചെറുതിപ്പോൾ കൊടുത്തു തുടങ്ങും. അതാണ് പ്രശ്നം. ഉപ്പാനും ഉമ്മാനും തൊട്ട് കളിക്കരുത്. അവരെ മുമ്പിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. ചെറുപ്പക്കാരിക്ക് തോന്നുക എൻ്റെ ഉമ്മാക്കിപ്പോൾ എന്നോട് പറയാൻ കുറച്ച് മടിയാണ്, എന്നോടങ്ങനെ പറയൂല. ഒരുത്തൻ എൻ്റെ ഭാര്യനോട് പറയാ, എന്ത് നീ ഒന്നും പേടിക്കണ്ട, എന്നോടുമ്മ മിണ്ടൂല. നീ വിചാരിച്ചോ നീ ജയിച്ചു? നീ തോറ്റു തുടങ്ങിയിരിക്കുന്നു. നിന്റെ ഉമ്മാക്ക് ഉപ്പാക്ക് നിന്നോടൊരു കാര്യം പറയാൻ പേടി വരുന്നുണ്ടെങ്കിൽ തോറ്റുപോയടാ, തോറ്റു. നീ മത്സരത്തിൽ നിന്ന് ഉടൻ പിൻവലിച്ചോളി. നീ തോറ്റുപോയി. നീ ഇനി ജയിക്കൂല, ദുനിയാവിലും ജയിക്കൂല, ആഖിറത്തിലും ജയിക്കാൻ പോകുന്നില്ല. ഉമ്മാക്ക് നിന്നെ പേടിയോ, ഉപ്പാക്ക് നിന്നെ പേടിയോ? തോറ്റുപോയി. അത് നീ വലിയ ആലിമല്ല, ഖാദിയല്ല, മുദരിസല്ല, എത്ര വലിയ സംഘടനാ നേതാവായാലും നീ തോറ്റുപോകും. ഉമ്മാൻ്റെ മുമ്പിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു എന്ന ഹദീസ് പണ്ഡിതൻ്റെ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. മഹാനവറുകൾ ഉമ്മ വിളിച്ചപ്പോൾ എന്തുമ്മ എന്ന് പറഞ്ഞിട്ട് ഉത്തരം കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുമ്പോൾ ആലോചിക്കുകയാണ്, ഞാൻ എൻ്റെ ഉമ്മാനോട് ഉമ്മ വിളിച്ച സമയത്ത് എന്തേ എന്ന് ചോദിച്ചതിന് സൗണ്ട് കുറച്ച് കൂടിപ്പോയല്ലോ, അത് അദബ് കേടാവോ? അല്ലാഹ്. ഉടനെ തന്നെ മഹാനവറുകൾ അങ്ങാടിയിലെത്തി, മാർക്കറ്റിലെത്തി, വിലപിടിപ്പുള്ള 2 അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചു. ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ചു. ലോകത്തൊരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ തന്നെ ചെയ്തു. എന്നിട്ട് അള്ളാഹിനോട് പറയണ എന്താ അറിയോ? എൻ്റെ ഉമ്മ എന്നെ നേരത്തെ വിളിച്ചപ്പോൾ എന്തേ ഉമ്മ എന്ന് ഉത്തരം കൊടുത്തപ്പോൾ കുറച്ച് സൗണ്ട് കൂടിപ്പോയിന്, പൊരുത്തപ്പെടണേ, മാപ്പാക്കി തരണേ. അതിനാണ് 2 അടിമകളെ വാങ്ങി മോചിപ്പിച്ചത് റബ്ബേ, പൊരുത്തപ്പെട്ടേക്കണേ. ഓഹോ, കണ്ടോ? ഇതാണ് മഹാന്മാർ. എത്ര മഹാന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. എന്ത്? അവർ ഉമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കൂല. എന്താ കാരണം? ഉമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഉമ്മ കഴിക്കണം എന്ന് വിചാരിച്ച ഫുഡിൻ്റെ ഏതെങ്കിലും ഐറ്റം ഉമ്മാൻ്റെ ആഗ്രഹം അറിയാതെ ഞാൻ എടുത്ത് തിന്നാൽ, ഉമ്മ ആഗ്രഹിച്ച് തിന്നുപോയാൽ പിന്നെ എന്നെ എന്തിനുള്ളൂ? അതുകൊണ്ട് ഉമ്മ തിന്നതിൻ്റെ ബാക്കി തിന്നുന്ന ബുഖാരി ഇമാമിൻ്റെ ഉസ്താദുമാരുടെ നീണ്ട ചരിത്രങ്ങളുണ്ട് കിതാബിൽ. ഉമ്മ തിന്ന് തീരുന്നവരെ കാത്തിരിക്കുന്ന ഇന്നലകളിലെ മഹാമനീഷികൾ, ലോകത്തെ അറിയപ്പെട്ട ഔലിയാക്കൾ, ഉമ്മ തിന്ന് തീരുന്നവരെ കാത്തിരിക്കുന്നവർ.
അവർക്കറിയാം സ്വർഗത്തിന്റെ മുഴുവൻ സർട്ടിഫിക്കറ്റ് ഉള്ളത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ കാസർഗോഡ് ജില്ലയിലെ 2 സോണുകളിൽ SYSന്റെ സ്നേഹലോകം പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. ആയിടക്ക് നേരത്തെ എനിക്ക് ഷാർജയിൽ നിന്ന് പരിചയമുള്ള ചെറുപ്പക്കാരനായ ഒരു സയ്യിദ്, നമ്മുടെ ഒരു ആത്മസുഹൃത്തു കൂടിയാണ്, അവരുടെ വീട്ടിൽ ഹൗസ് വാമിങ്ങിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്ന സമയത്ത് ഒരു ചെറിയ സമയം കിട്ടിയപ്പോൾ അങ്ങോട്ടേക്ക് പോയി. ആ വീട്ടിൽ ഒരത്ഭുതം കണ്ടു. സയ്യിദ് അവരുടെ വീട്ടിൽ ഏറ്റവും സൗകര്യമുള്ള ഒരു റൂമിൽ എന്നെ കൊണ്ടുപോയി. ആ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നോട് അവർ പറയണത് ഉമ്മാൻ്റെ റൂമാണ് ഉസ്താദ് ഒന്ന് വരികയെന്ന്. ഞാനിങ്ങനെ അതിലിങ്ങനെ അവർ പറയുമ്പോൾ ഉമ്മാൻ്റെ റൂമിൽ എന്നെ കൊണ്ടുപോകുന്ന, ഒന്നുകിൽ എനിക്ക് അവിടെ റെസ്റ്റ് ആവശ്യം ഉണ്ടാവണം, അതില്ല, വേഗത്തിൽ പ്രോഗ്രാമിന് തിരിച്ചെത്തണം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എനിക്ക് ആവശ്യം ഉണ്ടാവണം, ഫ്രഷ് ആവലോ, ഒന്നുമില്ല. എന്നിട്ട് ഉമ്മാൻ്റെ റൂമിലൊന്ന് ഉസ്താദ് കയറിയിട്ട് പോയിക്കോളി എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എനിക്ക് അത്ര കണ്ട ആദ്യം ക്ലിക്കായിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് ഏറ്റവും സൗകര്യമുള്ള, ആ വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു റൂമാണ് ഇത് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് ആ റൂമൊക്കെ കൊണ്ടുപോകുന്നത്. തങ്ങളെന്താ എൻ്റെ അടുത്ത് പറയുന്നറിയോ? ഉസ്താദേ, ഈ റൂം എൻ്റെ ഉമ്മാക്കുള്ള റൂമാണ്, ഇത് വേറെ ആർക്കുമല്ല, ഇത് എൻ്റെ ഉമ്മാക്ക് അസൈൻ ചെയ്ത റൂമാണ്, ഇത് എൻ്റെ ഉമ്മാക്ക് പെരുമാറാൻ ഉള്ള റൂമാണ്. അപ്പോഴാണ് അവിടെ ഒരു അത്ഭുതം കണ്ടത്. എന്താണ്? ചുമരിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണല്ലോ സ്വർഗം എന്ന ഹദീസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞുപോയി. ഇതെൻ്റെ ഉമ്മാക്കുള്ള റൂമാണ് ഉസ്താദേ. ഓ, വേറെന്താ വേണ്ടത് ദുനിയാവിൽ? കൂട്ടുകാരെ, അല്പം പണം നിങ്ങൾക്ക് കിട്ടിയോ? വാങ്ങൂ, ഒരു ഉംറക്കുള്ളത് ടിക്കറ്റ് വാങ്ങൂ, എന്നിട്ട് ഉമ്മനെ കൊണ്ടുപോകൂ. ഈയിടെ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? തെറ്റുകുറ്റങ്ങളിലൊക്കെ ജീവിച്ചു പോയ മോനായിരുന്നു. അവൻ്റെ അവസാന കാലത്ത് അവൻ്റെ ഉമ്മനെ ഉംറക്ക് കൊണ്ടുപോയി. ഉംറ കഴിഞ്ഞ് ലാസ്റ്റത്തെ തവാഫ് കഴിഞ്ഞ് ഉമ്മ അവനെ കെട്ടിപ്പിടിച്ചിട്ട് കഅബൻ്റെ അടുത്തുനിന്ന് പറഞ്ഞൊരു വാക്ക് അവൻ പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? മോനെ, എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചതിന് മുതലായല്ല മോനെ. എൻ്റെ മോന ഈ ദുനിയാവിലേക്ക് ഞാൻ പ്രസവിച്ചതിന് മുതലായല്ലോ. മോന് കുറേ കുരുത്തക്കടൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാത്ത, വളരെ ഫിനാൻഷ്യലി ക്രൈസിസിലുള്ള എൻ്റെ ഒരു ഫാമിലി ഒരു ഉംറക്ക് വരിക എന്ന് പറഞ്ഞ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തതാ. എൻ്റെ പൊന്നുമോന് അധ്വാനിച്ച ശമ്പളം കൊണ്ട് എന്നെ കാബയും റൗളയൊക്കെ കാണിച്ചെന്നല്ലോ. ഈ കാബത്തു ഷരീഫിൻ്റെ ബർക്കത്തുണ്ട് എൻ്റെ മോനിക്ക് സ്വർഗം തരട്ടെ എന്നാണ് ഉമ്മാൻ്റെ ദുആ, അതും കാബൻ്റെ അടുത്തുനിന്ന്. എങ്ങനെ അല്ലാഹ് സ്വീകരിക്കാതിരിക്കുക? നല്ല മക്കളാണ് ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവൻ. വേറെ ഒരു കാര്യത്തിനും ഉമ്മനേക്കാൾ പ്രാധാന്യം കൊടുക്കരുത്. നിന്റെ സമ്പത്തിനേക്കാൾ നിനക്ക് ഉമ്മയായിരിക്കണം വലുത്, ഷോപ്പിനേക്കാൾ വലുത്, വണ്ടിയേക്കാൾ വലുത്, നിന്റെ ഫോണിനേക്കാൾ വലുത്, നിന്റെ സർവ്വ സുഹൃത്തുക്കളെക്കാളും വലുത്, നിന്റെ ഭാര്യയേക്കാൾ വലുത്, നിന്റെ സൗന്ദര്യത്തെക്കാൾ നിനക്ക് വലുത്, സർവോപരി സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ വലുത് ഉമ്മ. ഉമ്മ ഉമ്മ നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹ് അല്ലാത്ത ഒരാളോട് വർത്താനം പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അയാളെ നിസ്കാരം ബാത്തിലായി പോവും, അല്ലേ? അതേ സമയത്ത് ഉമ്മ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ ഉമ്മക്ക് വിഷമാവും. നമ്മളെ കൈ ഇളക്കിയിട്ടില്ലെങ്കിൽ എന്താ വേണ്ടേ? കൈ ഇളക്കുക, പോവുക. കൈ ഇളക്കണം എന്നാ പറയുന്നു, ഇളക്കിയിട്ട് പോവുക. നിസ്കാരത്തിൽ കൈ ഇളക്കണമെങ്കിൽ ഉമ്മക്കുള്ള സ്ഥാനം അല്ലാഹ് എത്രയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ആ ഉമ്മ ഉള്ള കാലത്ത് തന്നെ സ്വർഗം വാങ്ങി വെക്കണേ മക്കളെ, വാങ്ങി വെക്കണം. ഇല്ലാത്ത കാലത്ത് ഈ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കയറിയിട്ട് കരിയ എന്നതേ നമുക്ക് സാധ്യമാവുന്നുള്ളൂ. ഉമ്മുള്ള കാലത്ത് സ്വർഗം വാങ്ങി വെക്കണം. അപ്പോൾ മാതാപിതാക്കൾ നമുക്ക് ജീവനാവണം. അവരാണ് എല്ലാം, അവനാണ് എല്ലാം.
അപ്പോൾ ഒരാൾക്കുണ്ടാവേണ്ട 6 പേടികളിൽ ഒരു പേടി മിൻ ഖിബലില്ലാഹി തആല, എൻ്റെ റബ്ബ് എനിക്ക് തന്ന ഈമാൻ ഊരിക്കളയുമോ എന്ന പേടിയുണ്ടാവണം. ആ ഈമാൻ നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്. രണ്ടാമത്തെ കാരണം, ഒരൊറ്റ മുഅ്മിനും നമ്മളെ കൊണ്ട് വേദനിക്കാൻ പാടില്ല. മുഅ്മിനീങ്ങൾ വേദനിച്ചു പോയാൽ അത് നമ്മുടെ ആഖിബത്തിനെ ബാധിക്കും. കച്ചവടം നടത്തുന്നവർ ആരെയും പറ്റിക്കരുത്. നമ്മളെ വിശ്വസിച്ച ആരെയും വഞ്ചിക്കാൻ പാടില്ല, ആരെയും പറ്റിക്കരുത്. നമ്മുടെ ആഖിബത്തിനെയാണ് അത് ബാധിക്കുക. ആരെയും പറ്റിക്കരുത്. മൂന്നാമത്തത്, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഗൗരവക്കുറവുണ്ടായാൽ അത് ഈമാനെ ബാധിക്കുന്ന കാര്യമാണ്. സുയൂത്തി ഇമാം റഹിമഹുല്ലാഹ് ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഏത് ഷോപ്പിൻ്റെ പേരിലും, ഏത് ബിസിനസ്സിൻ്റെ തിരക്കിലും, എക്സാമിൻ്റെ തിരക്കുകൾക്കിടയിലും, കല്യാണമല്ല ഏത് പറമ്പത്ത് പോയാലും ഒരൊറ്റ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഖളാ ആയിക്കൂടാ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മുടെ നാട്ടുകാരനല്ലേ. ആ മഖ്ദൂം തങ്ങൾ, വലിയ മഖ്ദൂം തങ്ങളുടെ ഒരു പ്രൗഢമായ ഒരു കിതാബുണ്ട്, സംഘടിപ്പിച്ച് ഇൽമിൻ്റെ അഹ്ലുകാരായ മുത്തഅല്ലിമീങ്ങളൊക്കെ അത് മുത്താല ചെയ്യണം. ആ കിതാബിൻ്റെ പേര് ശറഹു മുഖ്തസരി ശുഅബുൽ ഈമാൻ എന്നാണ്. ശുഅബുൽ ഈമാനായ ഈമാനിൻ്റെ ശാഖകളായ 70 ചില്ലാനം കാര്യങ്ങളുടെ വിശദീകരണത്തിൻ്റെ വിശദീകരണമാണത്. ആ കിതാബിൽ മഖ്ദൂം തങ്ങൾ പറയുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട്, ഏത് കല്യാണത്തിൻ്റെ പേരിലാണെങ്കിലും, ഏത് ജോലിയുടെ, കച്ചവടത്തിൻ്റെ, കൃഷിയുടെ, പറമ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ കാണിക്കാൻ പാടില്ല. ഒരു വിട്ടുവീഴ്ചയില്ല. നിസ്കാരത്തിൽ ഗൗരവം കുറയരുത്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ എക്സാമിൻ്റെ പേരിൽ നിസ്കാരം കളാക്കാനോ? അപ്പം നിനക്ക് ദുനിയാവിനോടാണല്ലോ താല്പര്യം. ദുനിയാവ് ആഖിറത്തിനേക്കാൾ വലുതായി നിന്റെ മനസ്സിൽ കൊണ്ട് നടന്നാൽ നീ നടത്തിയ കച്ചവടമൊക്കെ പൊട്ടിപ്പോകുമല്ലോ. കല്യാണത്തിൽ ചെക്കൻ്റെ വീട്ടിലേക്കും പെണ്ണിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന ഈ ട്രാവലറിലും മിനി ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോകുന്ന ഈ പെണ്ണുങ്ങന്മാരൊക്കെ എവിടുന്ന ഇവരുടെ ളുഹറും അസറും മഗ്രിബും ഇശായൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവുക? നിസ്കാരം ഖളാക്കുക എന്ന് പറയുന്നത് ഹറാമ്, വൻദോഷല്ലേ, പച്ച ഹറാമല്ലേ അത്? അല്ലേ? ഫാസിക്കായി പോവില്ലേ നിസ്കാരം ഖളാക്കിയാൽ? നിനക്കറിയാ ഉറപ്പായിട്ടും നീ നേരം വൈകി ഉറങ്ങിയാൽ സുബഹി ഖളാവും എന്ന്, എങ്കിൽ നേരത്തെ ഉറങ്ങണമല്ലോ, അതല്ലേ വേണ്ടത്. നിസ്കാരം ഖളാവലൊക്കെ ഗൗരവം കുറഞ്ഞു പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണത്. ബാക്കി കുറേ പരിപാടി, ഡെക്കറേഷൻ കത്തിക്കലുണ്ട്, ഉറൂസിന് പൊടിപൂരം, സംഘാടനം വഹിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. 1000കണക്കിന് സുന്നത്ത് ചെയ്താലും ഒരു നിസ്കാരത്തിൻ്റെ പകരാകുമോ എന്ന് ഇബ്നു ഹജർ തങ്ങൾ ചോദിക്കുന്നില്ലേ? ചിലയാളുടെ ഭയങ്കര സിയാറത്തും ഭയങ്കര ഇബാദത്തൊക്കെ തന്നെ. നിസ്കാരം ഖളാക്കിയിട്ടുള്ള ട്രെയിൻ യാത്രയിൽ നീ എന്തിനാ അജ്മീർക്ക് പോണത്? നീ എന്തിനാ നാഗൂർക്ക് മുത്തുപ്പട്ടയിലേക്ക് പോണത്? ആ ഔലിയാക്കൾക്ക് പൊരുത്താവോ? സിയാറത്തിനെ വിശദീകരിക്കുന്ന കിതാബിലാണ് ഇബ്നു ഹജർ തങ്ങൾ ചോദിക്കണത്, 1000കണക്കിന് സുന്നത്ത് ചെയ്താൽ ഒരു ഫർള് നിസ്കാരത്തിൻ്റെ പകരാവോ? ഒരാൾ കഴിവുണ്ടായിരിക്കെ ഹജ്ജ് ചെയ്തിട്ടില്ല, അയാൾ മരിച്ചുപോയി, അയാളുടെ പേരിൽ ഹജ്ജ് ചെയ്യാൻ സംവിധാനങ്ങളുണ്ട് ഇസ്ലാമിൽ. ഒരാൾ നോമ്പെടുത്തിട്ടില്ല, അയാൾ മരണപ്പെട്ടുപോയി, പ്രായശ്ചിത്തങ്ങളും പകരം സംവിധാനങ്ങളുണ്ട് ഇസ്ലാമിൽ. ഒരാൾ സക്കാത്ത് കൊടുത്തിട്ടില്ല, ആ സക്കാത്ത് അയാളുടെ അനന്തര സ്വത്തുനിന്ന് കൊടുക്കാനുള്ള സിസ്റ്റമുണ്ട് ഇസ്ലാമിൻ്റെ ഫിഖ്ഹിൽ. ഒരാൾ ഒരു ളുഹർ ഖളാക്കി അയാൾ ഖളാ വിട്ടാതെയാണ് മരിച്ചുപോയതെങ്കിൽ അയാളെ പേരിൽ 100 കോടി ദിക്റല്ലേ വിചാരിച്ചോ, എന്നാൽ ഇതിൻ്റെ പകരാവോ? 70 പോത്തിന് അറുത്തിട്ട് ഭക്ഷണം വിതരണം ചെയ്തു ആജിക്കാൻ്റെ പേരിൽ, ഈ ളുഹറിൻ്റെ പകരാവോ? ഇല്ല, ഇല്ല. 10,000കണക്കിന് ആൾ അയാളുടെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചു എന്നതുകൊണ്ട് ഈ ളുഹറിൻ്റെ പകരാവോ? ഇല്ല, ഇല്ല.
നിസ്കാരം നിസ്കാരം തന്നെ. പരലോകത്തെത്തിയാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം നിസ്കാരത്തെ കുറിച്ചാണ്. കളിത്തമാശകളിലൊക്കെ ഏർപ്പെട്ട് ലാസ്റ്റ് സീൻ ടുഡേ 2:36 12:35 വരെയൊക്കെ വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിൽ എൻഗേജായി നിന്റെ സുബഹ് ഖളായാൽ പിന്നെ നീ ജീവിതത്തിൽ എന്തു ചെയ്തിട്ടെന്താ? ഈമാൻ നഷ്ടപ്പെടുന്ന വലിയൊരു തെറ്റാണ് നിസ്കാരം ഖളാക്കുക എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ മഖ്ദൂം തങ്ങളുടെ കിതാബിൽ കാണാം, ഇതേപോലെ നമ്മളെ മക്കളെ വിഷയത്തിലും ശ്രദ്ധിക്കണം. 7 വയസ്സായത് മുതൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നമ്മുടെ മകൾക്ക് 7 വയസ്സായി എങ്കിൽ മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഅ 7 സിനീൻ. സബി എന്ന് പറഞ്ഞാൽ ആണായാലും ശരി പെണ്ണായാലും ശരി, കുട്ടിക്ക് 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. പൊതുവേ നമ്മുടെ നാട്ടിലൊരു കൾച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ തർബിയത്തിൻ്റെ കാര്യമൊക്കെ ഉമ്മാനെ ഏൽപ്പിക്കുന്ന പരിപാടിയാണ് മിക്ക ഉപ്പമാറും ചെയ്യുക. എന്ത് ഫീസ് ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തോളാം, മക്കളെ കാര്യം നീ തന്നെ നോക്കണേ, ഞാൻ അള്ളാഹിനോട് പറയും. ഓ നിന്നെ അള്ളാഹ് അവിടെ നിന്ന് കാത്തുക്കുന്നുണ്ടല്ലോ, ആരെയാ ഏൽപ്പിച്ചത്, ഓക്കെ പോയിക്കോ എന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഷെഹ്റാനി ഇമാം റഹിമഹുല്ലാ ലവാഖി അൻവാറിൽ ഖുദ്സിയിൽ പറയുന്നുണ്ട്, ചിലർ ഉമ്മാനെ ഏൽപ്പിക്കല പരിപാടി എന്ന്. അതൊന്നും പറ്റൂല. ഉപ്പാക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ഉമ്മാക്കും ഉത്തരവാദിത്വം ഉണ്ട്. ഏഴ് വയസ്സായത് മുതൽ കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിച്ചിരിക്കണം. മാതാപിതാക്കൾ മക്കളെ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക എന്ന് പറയുന്നത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ നിർബന്ധ ബാധ്യതയാണ്. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ഉപ്പ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയും ഉപ്പ നിസ്കാരത്തിന് പറയൂല, ഉമ്മ പറയുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, സുബഹിനെ കുട്ടിനെ വിളിച്ചുണർത്തുന്നില്ല, സുബഹിക്ക് വിളിച്ചുണർത്തുന്നില്ല, നേരം വൈകിട്ടല്ലേ ഉറങ്ങിയത്, സ്റ്റഡി ലീവല്ലേ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, മദ്രസ ഇല്ലല്ലോ, കുറച്ച് ഉറങ്ങിക്കോട്ടെ, ആ നിലപാടാണ് ഉപ്പാക്കും മാക്കും. അങ്ങനെ മാതാപിതാക്കൾ മക്കളെ നിസ്കാരത്തിന് വിളിക്കാത്ത മാതാപിതാക്കളാണെങ്കിൽ അവർ ഫാസിഖീങ്ങളാവാൻ അത് തന്നെ മതി എന്ന് മഖ്ദൂം തങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനത്തെ ഉപ്പ പള്ളിയിൽ നടക്കുന്ന നിക്കാഹിന് സാക്ഷി നിന്നാൽ ആ നിക്കാഹ് ബാത്തിലാണ്. കാരണം ഫാസിക്ക് സാക്ഷിക്ക് പറ്റൂല. വലൗ കാനു അൽഫൻ, ആ സാക്ഷികൾ 1000 ആളുണ്ടെന്ന് വിചാരിക്കുക, 1000 ആൾക്കാർ ആ നിക്കാഹിന് സാക്ഷിയുണ്ട്. ആ 1000 ആൾക്കാരും മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാത്ത ആളാണെങ്കിൽ ആ നിക്കാഹ് ബാത്തിലാണ്. ഇനി നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. മക്കളെ വിഷയത്തിൽ നിസ്കാരത്തിന് ശ്രദ്ധ കൊടുക്കുന്ന എത്ര മാതാപിതാക്കൾ നമ്മളെ നാട്ടിലുണ്ടാവും? എത്ര മാതാപിതാക്കളുണ്ടാവും? നിസ്കാരം അത് ഏറ്റവും പ്രധാനമാണ്. നിസ്കാരം ഖളാക്കുന്ന ആൾ സർവ്വ സ്വാലിഹീങ്ങളോടുമാണ് അതിക്രമം കാണിക്കുന്നതാണ്. കാരണം എല്ലാ നിസ്കാരത്തിലും വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോട് സലാം പറയാൻ ചാൻസ് ഉണ്ട്. അതാണ് അവൻ നഷ്ടപ്പെടുത്തുന്നത്. ലോകത്തെ മുഴുവൻ സ്വാലിഹീങ്ങളും വെറുക്കുന്ന കാര്യമാണ് നിസ്കാരം ഖളാക്കുക എന്ന് പറയുന്നത്. ബാക്കി ഇബാദത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നിസ്കാരം മിയ ഓക്കെ ആണെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയും. നിസ്കാരം ഓക്കെ ആയിരിക്കണം. സിറാത്തു പാലത്തിൻ്റെ മുകളിൽ നിന്ന് വരെ ചോദ്യം വരുന്ന ഒരു ചോദ്യമാണ്. 10-60 കൊല്ലം ജീവിച്ചിട്ട് കുറേ നിസ്കാരം, പ്രത്യേകിച്ച് ഡിഗ്രി ഫൈനൽ ഇയർ കാലത്ത് നിസ്കാരം ഖളായിട്ടതായി സ്കാനിങ്ങിൽ കാണുന്നുണ്ടല്ലോ. സിറാത്തു പാലത്തുനിന്ന് വരെ ചോദ്യം വരും നിസ്കാരത്തെക്കുറിച്ച്. അത്രയും ഗൗരവം. അതുകൊണ്ട് നിസ്കാരം നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ അതൊരു അലങ്കാരമായി കൊണ്ടു നടന്ന് എല്ലാവരും അവ്വൽ വക്തിൽ നിസ്കരിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തണം. അപ്പോൾ ഒരാളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന അടുത്തൊരു തെറ്റാണ് നിസ്കാരത്തിൻ്റെ വിഷയത്തിലെ ഗൗരവക്കുറവ്.
നാലാമത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയാ, എനിക്ക് ഈ ഈമാൻ തന്നതിൽ പ്രത്യേകിച്ച് ശുക്രൊന്നും ചെയ്യാത്ത ആളാണെങ്കിൽ, എനിക്ക് അള്ളാഹു ഈമാൻ തന്നല്ലോ എന്നത് ഓർത്തുകൊണ്ട് ശുക്ർ ചെയ്യാത്ത ആളാണ്, നന്ദി ചെയ്യാത്ത ആളാണെങ്കിൽ അയാളെ ഈമാനും നഷ്ടപ്പെട്ടുകൂടായില്ല, അയാളും പേടിക്കണം. ലോകത്ത് മഹാഭൂരിപക്ഷം മനുഷ്യന്മാരിൽ ഈമാനില്ലാത്തവരാണല്ലോ ലോകത്ത് കൂടുതൽ ഉള്ളത്. അതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് എനിക്ക് ഈമാൻ തന്നത് അൽഹംദുലില്ലാഹ് എന്നത് എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം. കിട്ടിയ അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ കിട്ടിയ അനുഗ്രഹത്തിൽ നന്ദി കാണിക്കണം. എങ്കിൽ ലഇൻ ശകർത്തും ലഅസീദന്നകും, നമുക്ക് കിട്ടിയ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. അൽ ഈമാനു യസീദു വയൻഖുസു. അപ്പോൾ ഒന്നാമത് പേടിക്കേണ്ട ഒരു പേടിയാണ്, എൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഈമാന് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെന്താ ചെയ്യേണ്ടത്? ഈമാൻ നിലനിൽക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ഒന്ന്, പരമാവധി മുഅ്മിനീങ്ങളോട് സലാം പറയണം. ഒരു ദിവസം 10 ആളോട് സലാം പറയുന്ന ഒരു ശീലം ഒരാൾക്കുണ്ട് എന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും മൂപ്പര് 10-ൽ ചുരുങ്ങാത്ത ആളോട് സലാം പറയും. എങ്കിൽ അയാളുടെ ഈമാൻ നഷ്ടപ്പെടാതെ നല്ല നിലക്ക് മരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒന്ന്, ഹദ്ദാദ് റാത്തീബ് ജീവിതത്തിൽ പതിവാക്കുക. അത് ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള ഒരു വഴിയാണ്. ആകെ 1/4 മണിക്കൂറേ ജീവിതത്തിൽ ഹദ്ദാദ് ചൊല്ലാൻ വേണ്ടതുള്ളൂ. അതിന് നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവരുത്. അള്ളാഹ്ക്ക് ആകപ്പാടെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് വേണ്ടത് വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ ഈമാനെ മരിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വരണേ എന്നുള്ളതാണ്. നിങ്ങൾ കളിയല്ല എന്തെങ്കിലും ആവട്ടെ, ഈമാനോടെ തന്നെ മരിക്കണം കേട്ടോ, എന്നാലാണ് സ്വർഗം തരാൻ പറ്റുക. ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള ഒരു വഴിയാണ് ഹദ്ദാദ് റാത്തീബ് പതിവാക്കുക എന്ന് പറയുന്നത്. ഹദ്ദാദ് റാത്തീബ് പതിവാക്കണം. ഹദ്ദാദ് റാത്തീബിലെ ഓരോ ദിക്റുകളും ഹദീസുകളിൽ നിന്ന് ശേഖരിച്ചിട്ടാണ് ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച് നമുക്ക് സമ്മാനമായിട്ട് തരുന്നത്. ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്നവർക്ക് മഹാൻ തന്നെ നൽകുന്ന ഓഫറാണ് റുസിക ലഹു ഹുസ്നുൽ ഖാത്തിമ, അയാൾക്ക് ഈമാനോടുള്ള മരണം ഉണ്ടാവും. അതല്ലേ നമുക്ക് കിട്ടേണ്ടത്. 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് കൊടുത്ത് തെറ്റുകുറ്റങ്ങൾ രഹസ്യമായി ചെയ്ത കാരണത്താൽ അയാൾ ഈമാനില്ലാതെ മരിച്ചുപോയത് കിതാബുകളിലുണ്ട്. അള്ളാഹു കാക്കട്ടെ. നമുക്ക് ഈമാനോടെ മരിച്ചു കിട്ടണമെങ്കിൽ ചെറുപ്പക്കാരെ, ഒരു 1/4 മണിക്കൂർ രാത്രി സമയം കണ്ടെത്തിയാൽ 86,400 സെക്കൻഡിൻ്റെ പേരാണ് 24 മണിക്കൂർ എന്നുള്ളത്. അതിനിടയിൽ ഒരു 1/4 മണിക്കൂർ നമ്മളെ ഗുണത്തിന്, വേറെ ആർക്കും അല്ല. നമ്മൾ 1.5 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സംസാരിക്കാൻ. 1.5 വയസ്സ് 1 വയസ്സ് മുതലൊക്കെ തുടങ്ങിയിട്ടുണ്ട് സംസാരിക്കാൻ. നിങ്ങൾ ഈ നാട്ടുകാരാണെങ്കിൽ കന്നഡ ഭാഷയിൽ, വാരിയിൽ, നെക്കിനിക്കിൽ, അതിന് കുറച്ചപ്പുറത്തേക്ക് പോയാൽ മലയാളത്തിൽ, ഇനി തമിഴ്നാട്ടുകാരാണെങ്കിൽ തമിഴിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷുകാരങ്ങനെ പറയും. അങ്ങനെ ഓരോ ദേശക്കാർ ഓരോ ഭാഷ, അവരവരുടെ നാട്ടിലെ ഭാഷ 1.5 വയസ്സ് 1 വയസ്സ് മുതൽ പറഞ്ഞ് തുടങ്ങും. ഒരു 60, 70, 80 വയസ്സ് വരെ കോടിക്കണക്കിന് അക്ഷരങ്ങൾ, വാക്കുകൾ പറഞ്ഞ് ലാസ്റ്റ് സംസാരം സ്റ്റോപ്പാകുന്ന സമയമാണ് മരിക്കണ സമയം. ആ സമയത്ത് നമുക്ക് അല്ലാഹ് എന്ന് ഉരുവിട്ടിട്ട് മരിക്കണോ? അതിന് ഹദ്ദാദ് മുറുകെ പിടിച്ചോളി. ഹദ്ദാദ് മുറുകെ പിടി. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം എന്ന ദിക്റിന്റെ വ്യാഖ്യാനത്തിൽ ദഖീറത്തുൽ മആദ് എന്ന കിതാബിൽ ഈ പറയുന്ന വിശദീകരണങ്ങളൊക്കെ കാണാം. ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്ന ആൾക്ക് ഈമാനോടുള്ള മരണം ഉണ്ടാവും. കൂട്ടുകാരെ മുറുകെ പിടിക്കണം. എന്തെങ്കിലുമൊക്കെ തിരക്കിൽ പെട്ടുപോയാൽ, അങ്ങനെ ഉറങ്ങിപ്പോയാൽ പിറ്റേന്ന് ഖളാ വിട്ടണം. ഖളാ വിട്ടൽ സുന്നത്താണ്.
ഔറാദുകൾ നഷ്ടപ്പെട്ടു പോയാൽ ഉടനടി ഖളാ വീട്ടണം. അതെന്തിനാ ഖളാ വീട്ടണത്? ഒന്ന്, ആ ഔറാദിൻ്റെ ഗൗരവം നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ. രണ്ട്, പിന്നീട് സമയത്ത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഖളാ വീട്ടണം. എന്നാലേ നാളെ രാത്രി ഉറങ്ങിയാലോ, നാളെ ഞാൻ എന്നല്ലേ ചൊല്ലണ്ട, ഇപ്പം തന്നെ ചൊല്ലി തീർക്കാം എന്ന ഒരു നിലപാട് നമ്മളെ ശരീരത്തെ നമ്മൾ പഠിപ്പിച്ചു വെക്കണം. ഇബ്നു ഹജർ റഹിമഹുല്ല ശർഹ് അഫ്ളലിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മളൊക്കെ ഈ പ്രോഗ്രാമും സംഘാടകർ മഹലറത്തുൽ ബദരിയ മാസത്തിൽ നടത്താറുണ്ട് എന്ന് അറിയാൻ പറ്റി. മഹലറത്തുൽ ബദരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വആലിഹി വഅസ്ഹാബി ബദരിൻ സുമ്മ കുല്ലി സ്വഹാബതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ടും തവസ്സുലാക്കിയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് പറയുന്ന ശാലിയാത്ത് ഇമാം ക്രോഡീകരിച്ച അതിമനോഹരമായ ബൈത്തും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട ചില ദിക്റുകളുടെയും സമാഹാരമാണ് മഹ്ലറത്തുൽ ബദരിയ എന്നുള്ളത്. നമ്മളൊക്കെ യൂണിറ്റിൽ അത് സജീവമായി നടക്കണമെന്ന് മാത്രമല്ല, അതിന് മുഴുവൻ പങ്കാളിത്തം നമുക്ക് ഉണ്ടാവണം. വേറെ ഏത് തിരക്കുണ്ടെങ്കിലും മഹ്ലറത്തുൽ ബദരിയ ഉള്ള ദിവസം അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ വരണം. എന്താ ഈ മഹ്ലറത്തുൽ ബദരിയ എന്ന് പറഞ്ഞാൽ? ഈ പടയോട്ടത്തിൻ്റെ ഇടയിൽ ഈ ഉമ്മത്തിനെ പല രാഷ്ട്രീയക്കാരും പല ബിദ്അത്തുകാരും ചതിക്കാൻ വന്ന കാലത്തെല്ലാം മുന്നിൽ നിന്ന് കപ്പിത്താനായി നയിച്ച കാന്തപുരം ഉസ്താദിനെ ആരൊക്കെ സിഹറിലൂടെ, ചതിയിലൂടെ, കുപ്രചരണങ്ങളിലൂടെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം ഉസ്താദ് ജീവിതത്തിൽ അതിനെ മുഴുവൻ അതിജയിച്ച വിർദിൻ്റെ പേരാണ്, ഔറാദിൻ്റെ പേരാണ്. ഞാനിത് 10, 50, 60 കൊല്ലം ജീവിതത്തിൽ പയറ്റിയതാണ് മക്കളെ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണിത് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിത് ഇജാസത്ത് തരുന്നത് മഹ്ലറത്തുൽ ബദരിയ. ഞാൻ എൻ്റെ ജീവിതത്തെ ഷേപ്പ് ചെയ്തത് സർവ കുതന്ത്രങ്ങളെയും ആടി ഉയരുന്ന തിരമാലയ്ക്ക് മുന്നിൽ, ആർത്തിരമ്പുന്ന തിരമാലകൾക്ക് മുന്നിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ഈ കപ്പൽ ഏറ്റവും മുന്നിൽ നിന്ന് താജുൽ ഉലമ കപ്പിത്താനായി നയിച്ചപ്പോൾ കൂടെ എനിക്കുണ്ടായിരുന്ന കാവലാണ് മഹ്ലറത്തുൽ ബദരിയ. അത് ജീവിതത്തിൽ പയറ്റിയതാ. അത് നമ്മളെ വീട്ടിലും നമ്മുടെ നാട്ടിലും, നമ്മളെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മളൊക്കെ അതിലുണ്ടാവണം. എല്ലാം മാറ്റി വെക്കുക. എന്നിട്ട് മനസ്സറിഞ്ഞ ചെല്ല സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വആലിഹി വഅസ്ഹാബി ബദരിൻ സുമ്മ കുല്ലി സ്വഹാബതി. അങ്ങനെ ചൊല്ലി 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 അവസാനം ഉണ്ടല്ലോ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മഹാന്മാരെ തവസ്സുലാക്കി ദ്വാരക്കുന്നത്. എന്തൊരു അതിമനോഹരമായ വിർദാണ് മഹ്ലറത്തുൽ ബദരിയ എന്ന് പറയുന്നത്. ചില്ലറയാണോ? അല്ല. ഇപ്പം ഹദ്ദാദ് റാത്തീബ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഈമാനോടെ മരിക്കാനുള്ള വഴിയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, വുളൂഇന് ശേഷം ദുആ പതിവാക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ദുആ ആണ്. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടന്നാൽ ഈമാനോടെ മരിക്കും. അത്ര സിമ്പിളല്ലേ? എത്ര തിരക്കിട്ടിട്ട് ഓടുമ്പോഴും ഈ ദുആ മറക്കരുത്. അല്ലെങ്കിലും നിസ്കാരത്തിൽ തിരക്കിട്ടിട്ട് പോകാനും പാടില്ല. ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നുണ്ട്, നാട്ടുകാരിൽ ഏകദേശം ആളും ഒഴിവാക്കുന്ന 4 സുന്നത്ത് പരിചയപ്പെടുത്തുന്നുണ്ട് നവവി ഇമാം റഹിമഹുല്ലയുടെ റൂസുൽ മസായിൽ എന്ന കിതാബിൽ. അതിലൊന്ന്, നിസ്കാരത്തിൽ എപ്പോഴും സാവധാനത്തിലാണ് പോകേണ്ടത്. ഇമാമ റുക്കുവിലേക്ക് പോകുന്നുണ്ട് എന്ന് കണ്ടിട്ട് ഓടിപ്പോകാൻ പാടില്ല. അത് സുന്നത്തിനെതിരാണ്. മെല്ലെ പോകണം. അങ്ങനെ പോകേണ്ടത്, മെല്ലെ പോകണം. തർമീം ബിഹിജാറത്തിൻ, അത് കേൾക്കുമ്പോൾ കൊറ്റോട്ടോടല്ല വേണ്ടത്, അതിനോടരുത്. ഇന്ന ഇലൈന ഇയാവഹും എന്ന് കേൾക്കുമ്പോൾ ഒറ്റോട്ടം, അതിനോടരുത്. മെല്ലെ. ആ റുക്കു മിസ്സാവട്ടെ, മിസ്സാവാതിരിക്കട്ടെ,
ഈ ദുആ ഒക്കെ നടത്തിയിട്ട് മെല്ലെ പോവാം. അധികം ആളും ശ്രദ്ധിക്കാത്ത മറ്റൊരു സുന്നത്താണ് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്തുള്ള സുന്നത്ത്. തക്ബീറത്തുൽ ഇഹ്റാം എങ്ങനെയാണ് ചെയ്യേണ്ടത്? തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ കൈ കെട്ടുന്നത് എപ്പോഴാണ്? കൈ കെട്ടുന്ന സമയത്ത് കൈ താഴെയാണല്ലോ ഉണ്ടാവുക. കൈ ഉയർത്തുന്നതും തക്ബീർ ചൊല്ലാൻ തുടങ്ങുന്നതും ഒന്നിച്ചാവണം. കൈ ഉയർത്തി തീരുന്നതും തക്ബീർ ചൊല്ലിത്തീരുന്നതും ഒന്നിച്ചാവണം. അതെങ്ങനെ? അല്ലാഹു അക്ബർ അങ്ങനെയാണ് വേണ്ടത്. ഇവിടെ കൈ ഉയർത്തി തീർന്നു, ഇനി കൈ താഴ്ത്തലാണ്. കൈ താഴ്ത്തുന്ന സമയത്ത് ഒന്നും ചെല്ലാനൊന്നുമില്ല. അപ്പോൾ ഉയർത്താൻ തുടങ്ങുമ്പോൾ ചൊല്ലാൻ തുടങ്ങുക, ഉയർത്തി തീരും ഇവിടുന്ന് ചൊല്ലിത്തീരുക. ഇതാണ് അതിൻ്റെ സുന്നത്തായ രൂപം. ഇത് പലരും ശ്രദ്ധിക്കാറില്ലെന്ന് നവവി ഇമാം റഹിമഹുല്ല റൂസുൽ മസായിൽ എഴുതി വെക്കുന്നുണ്ട്. എങ്ങനെ ചെല്ലണ്ടേ? അല്ലാഹു അക്ബർ എന്നിട്ട് കൈയ്യട്ട്. അങ്ങനെയാണ് വേണ്ടത്. രണ്ട് വിധത്തിലാണ് മനുഷ്യന്മാർ മിക്കവാറും ചെയ്യുക. അങ്ങനെ അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ ഇനിയും ഉണ്ടാവും കുറേ സമയം. രണ്ടാക്കും കൂടി വരാൻ കഴിയും. ചില ആൾക്കാർ വീടെത്തിയിട്ട് ഒന്നും ചെല്ലാണ്ട് പോകുമ്പോൾ ഉസ്താദേ കാര്യമായിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഹാൻഡ് ബാഗെങ്കിലും ഇല്ലെങ്കിൽ മോശമല്ലേ എന്നിട്ട് വിചാരിക്കണ പോലെ. ഒന്നും ചെല്ലാനില്ലാത്തതുകൊണ്ട് എന്തോ ബോറാറ്റം പോലെ. അതെന്തിന്? വീടെത്തുമ്പോൾ തീരണം. അല്ലാഹു അക്ബർ. ഇനിയിപ്പോൾ നാളെ സുബഹിന് നിങ്ങളിവിടെ ജമാഅത്തിന് പോന്നാൽ അല്ലാഹു എൻ്റെ റബ്ബ് അങ്ങനെ കൈ തിരിച്ചു കെട്ടാനും പറ്റില്ല കേട്ടോ. സുന്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിസ്കാരം കണ്ട് കൈ അളക്കാനും പാടില്ല. അതുപോലെ മനുഷ്യന്മാരിൽ അധികം ആളും ശ്രദ്ധിക്കാത്തൊരു സുന്നത്താണ് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം. അത്തഹിയാത്ത് ഇല്ലാത്ത റക്അത്തുകളിൽ നിന്ന് രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് അവിടെ ഇരിക്കണം. ഇരുന്നിട്ടാണ് വരേണ്ടത്. അധികം ആളും ആ സുന്നത്ത് ശ്രദ്ധിക്കാറില്ല എന്നാണ്. അധികം ആളും, നിങ്ങൾ ശ്രദ്ധിച്ചോളി, അധികം ആളും ശ്രദ്ധിക്കൂല. ചിലപ്പോൾ ആഖിറത്തിൽ ലാസ്റ്റ് ഒരു നന്മയുടെ കുറവ് കൊണ്ടൊക്കെ കുടുങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഈ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്ത് നമ്മളെ നന്മൻ്റെ തട്ടിൽ വന്നിട്ട് നമ്മൾ വിജയിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിക്കണം. നമ്മളെ വിഷയം ഇതല്ല. ഞാനങ്ങനെ വിഷയം മാറിപ്പോകുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു പേടിയുള്ളതുകൊണ്ട് പ്രധാന ടോപ്പിക്കിലേക്ക് തിരിച്ചു വരികയാണ്. വുളുവിന് ശേഷമുള്ള ദുആ പതിവാക്കണം. ബാങ്കിന് ശേഷമുള്ള ദുആ പതിവാക്കിയാലും ഈമാനോടുള്ള മരണം കിട്ടും. ഇൽമ പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളത് ഈമാനോടെ മരിക്കാനുള്ള വഴിയാണ്. വഅന്ന തഫഖുഹ ഫിദ്ദീനി അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ എന്ന ഈമാനോടെ മരിക്കാനുള്ള വഴിയാണ് ഇൽമ പഠിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നാട്ടുകാർക്ക് ദർസുണ്ടോ? ദർസ് എടുക്കാൻ ആളില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ദർസ് എടുക്കാൻ ആളുണ്ടെങ്കിൽ തന്നെ ആൾ വരൂല എന്നാണോ ഉസ്താദിൻ്റെ താല്പര്യം? ഉഡായിപ്പ് വേണ്ട, കറക്റ്റ് ഉത്തരം കിട്ടിയാൽ മതി. ഇല്ല, അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. നാട്ടുകാർക്ക് ദർസ് ഉണ്ടോ ഇല്ലയോ? ഇല്ല. അത് നേരത്തെ മലയാളത്തിൽ പറഞ്ഞ പാവത്തിന് മനസ്സിലാവില്ലേ? നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഉസ്താദിൻ്റെ അതിതീവ്രമായ ശ്രമം നമ്മളെ സുഹൃത്തുക്കളാട്ടോ. നിങ്ങൾ വെറുതെ ഇടപെട്ടിട്ട് കൊള്ളാക്കണ്ട കണ്ടോ. നാട്ടുകാർക്ക് ആഴ്ചയിൽ ഒരു ദർസ് തുടങ്ങാം. ആഴ്ചയിൽ ഒരു ദിവസം ഒരമണിക്കൂർ. ഉസ്താദ് റെഡിയാണ് അല്ലേ? ഉസ്താദ് റെഡിയല്ലേ? അതെ. അതൊക്കെ അങ്ങനല്ലേ സാധാരണക്കാരായ ഇന്നലകളിൽ ജീവിച്ച SSFകാരും SYSകാരൊക്കെ നന്നായിട്ട് ആദർശമൊക്കെ പഠിച്ചത്. നമ്മൾ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലും അവർക്ക് ദർസ നടത്തി കൊടുക്കലൊക്കെ വലിയ ഇബാദത്ത് തന്നെ. എന്നാലും നമുക്കും ഇൽമ വേണ്ടേ? വഅന്ന തഫഖുഹ ഫിദ്ദീനി അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ. ഈമാനോടെ മരിക്കാനുള്ള വഴിയാണ് ഇൽമ പഠിക്കുക എന്നുള്ളത്. സാധാരണക്കാരായ പ്രിയപ്പെട്ട SSFൻ്റെ SYSൻ്റെ കൂട്ടുകാരോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, ഇൽമ പഠിക്കണം കൂട്ടുകാരെ. ആഴ്ചയിലൊരു ക്ലാസ് ഈ വയലിൻ്റെ മജ്ലിസോടുകൂടി ഈ നാട്ടിൽ സ്ഥാപിക്കപ്പെട്ടാൽ അൽഹംദുലില്ലാ. ഏത് ദിവസം നല്ലത് ഉസ്താദ്?
ഏത് ദിവസവും ആവാമെന്ന വിശാലമായ സ്വർഗം വേണ്ട, കുറച്ച് ഏത് ദിവസമാണ് നല്ലത്? നിങ്ങൾ വരാൻ റെഡിയാ? SOSൻ്റെ ജനറൽ സെക്രട്ടറി വരാൻ റെഡിയാ? ഇൻഷാ അല്ലാഹ്. കണ്ട ഇവിടെ ഉണ്ടോ? ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അതാക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. ആഴ്ചയിൽ ഒരു ദിവസം ഉസ്താദും നമ്മളൊക്കെ ഇതങ്ങനെ ഒരു വയലിൻ്റെ സദസ്സിൽ ഓർഡർ ആവേണ്ടതല്ല, നമ്മുടെ ഒരു മീറ്റിങ്ങിലൊക്കെ ക്രമീകരിച്ച് അൽഹംദുലില്ലാഹ്. ഇവിടെ SSFൻ്റെ SYSൻ്റെ മീറ്റിംഗ് ആഴ്ചയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? റെഡി തന്നെയല്ലേ? നമ്മൾ വൈകുന്നേരത്തെ മീറ്റിംഗ് കുറഞ്ഞു പോയാ ഇല്ല. അതേപോലെ ആഴ്ചയിൽ ദർസും. ഈ നാട് സുന്നത്ത് ജമാഅത്തിൻ്റെ നാടാണ്. ഇതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മളെ മുൻഗാമികൾ എടുത്തിട്ടുണ്ടാവുക. അതിനൊരു ഫലം ഉണ്ടാവണ്ടേ? ഒരു ഉപകാരമില്ലാതെ കെട്ടിടങ്ങൾ എടുത്തിട്ട് എന്താ കാര്യം? നമ്മളെ നാട് ദീനിൻ്റെ നാടാവണം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. അപ്പം നമുക്ക് ജീവൻ ഉണ്ടാവണം. ജീവനുണ്ടാവണം, അതിന് നമുക്ക് ഇൽമുണ്ടാവണം. ഇൽമുണ്ടാവണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസിലേക്ക് യഹ്യ ഇബ്നു യഹ്യ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി വന്ന് ദർസിച്ചേരാൻ. ആ കുട്ടിനോട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോൻ്റെ പേരെന്താ? യഹ്യ ഇബ്നു യഹ്യ. നാടെവിടെയാ? പഠിക്കാൻ വന്നതാ? മോനോട് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഇവിടെ മുന്നേ ഒരു മുത്താലിമായ മോനുണ്ടായിന്, പഠിക്കാൻ വന്നിരുന്നു. അധ്വാനിച്ച് പഠിക്കും. ക്ലാസ്മേറ്റ്സായ അവൻ്റെ കൂട്ടുകാരിൽ നിന്നും കൂടുതൽ സമയം അധ്വാനിക്കുന്ന മോനാണ്. പെട്ടെന്ന് ആ കുട്ടി മരിച്ചുപോയി. ആ കുട്ടി ഇന്നേ വരെ മദീന കാണാത്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുത്തു. വലാ ത്വാലിബിൻ വലാ ആലിബിൻ. ഒരു പണ്ഡിതനും ഒരു മുത്തല്ലിമിനും അങ്ങനെ ഒരു മയ്യത്ത് നിസ്കാരം കിട്ടിയതായിട്ട് നമ്മളുടെ ഒന്നും ഓർമ്മയിലില്ല. രാജാവെന്നെ ഈ കുട്ടിക്ക് ഇത്രമേൽ ആൾക്കാർ പങ്കെടുക്കാനുള്ള കാരണം എന്തായിരിക്കും റബ്ബേ എന്ന് വിചാരിച്ച് നാട്ടിലെ രാജാവ് അത്ഭുതപ്പെട്ടുപോയി. 6 പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ ജനാസ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ രാജാവ് തന്നെ നിയമിച്ചു. വലിയ ഹദീസിൻ്റെ പണ്ഡിതന്മാരാണ് ആ ചെറിയ മോൻ്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചതും ബാക്കി കാര്യങ്ങൾ ചെയ്തതുമെല്ലാം. ആ കുട്ടി ഖബറടക്കപ്പെട്ടിട്ട് കറക്റ്റ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ സ്വാലിഹായ ഒരാൾ ആ കുട്ടിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വർഗത്തിൽ വലിയ സ്ഥാനം. വലിയ സ്ഥാനം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വലിയ സ്ഥാനം അയാൾക്ക്. ആ മോനോട് ചോദിച്ചു, ബിമനിൽ തഹാദിഹിൽ മൻസില അൽ ആലിയ. മോനിക്ക് എങ്ങനെ ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത്? ഞാൻ അധ്വാനിച്ച് ഇൽമ പഠിച്ചുകൊണ്ട് അള്ളാഹ് തന്ന സമ്മാനാണ്. കണ്ടോ കണ്ടോ? ഇൽമ പഠിക്കാനുള്ള വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ അയാൾക്ക് അല്ലാഹു സ്വർഗം എളുപ്പമാക്കുമെന്ന് സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമുക്ക് സ്വർഗം കിട്ടണോ? ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കണം. ഇതിങ്ങനെ ഒരു ആളിൽ പൊതുവായി പറഞ്ഞാൽ അടുത്ത ആഴ്ച ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ആരും ചെയ്യുകയും ചെയ്യില്ല. പക്ഷെ ഒരാൾ കമ്മിറ്റിയിൽപ്പെട്ട SYSൻ്റെ SSFകാർ മഹല്ല് കമ്മിറ്റി പറഞ്ഞു, ഉസ്താദ് കാര്യമായിട്ട് നമ്മളോട് പറഞ്ഞത് ഉസ്താദിനൊന്നും കിട്ടാനല്ലല്ലോ, നമ്മളെ നാട്ടിലത് സ്ഥാപിക്കണം. തുടങ്ങിയ ഉടനെ ചിലപ്പോൾ 15 ആൾ 20 ആളൊക്കെ ഉണ്ടാവുള്ളൂ. അത് മതി, ഇത്ര മതി. ആൾ കുറവ് എന്നതുകൊണ്ടൊന്നും നമ്മൾ ദർസ് നിർത്തരുത്. അങ്ങനെ ആഴ്ചയിൽ എല്ലാ ദിവസവും സ്ത്രീകളെ ക്ലാസ് ഉണ്ടാവാറില്ല. ആഴ്ചയിലടക്കം മാസത്തിൽ ഓക്കെ, അതാണെങ്കിൽ അത് മാസത്തിൽ കൃത്യമായിട്ട് നടക്കും. അങ്ങനെ ഇൽമ കൊണ്ട് ഈ നാട് സമ്പന്നമാണ്. എന്നാലേ നാളെ ഇവിടെ ബിദഅത്തുകാരില്ലാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോഴൊക്കെ ഷിർക്കായിട്ട് വരുന്നതാണ്. മൗലിദൊക്കെ ഷിർക്കാന്നാ പറയുന്നത്. ആരാ പറഞ്ഞത്? ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബിരിയിലെ കണ്ടിരുന്നു, അപ്പോഴാണ് പറഞ്ഞത്. അങ്ങനെയാണോ? കണ്ടോ? എന്താ ഇപ്പം പ്രശ്നം? ഇൽമില്ല. ഇൽമില്ലാത്തതുകൊണ്ടാണ്. ഇൽമില്ലാത്തതുകൊണ്ടാണ്. ഇൽമുണ്ടാവണം. ഇൽമുണ്ടാവണം നമുക്ക്. ഇൽമുണ്ടെങ്കിൽ ജീവൻ ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരാൾ നന്നായി ഇൽമിനെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ
ഇൽമ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ. ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലയുടെ ഫത്ഹുൽ ഇലാഹ് അഥവാ മിഷ്കാത്ത് എന്ന കിതാബിൻ്റെ വ്യാഖ്യാനത്തിൽ ഇത് കാണാം. ഇബ്നു ഹജർ റഹിമഹുല്ല അത് പറയുന്നുണ്ട്, ഈമാനോടെ മരിക്കാനുള്ള വഴിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു ബേജാറാണ്, ഒരു പേടിയാണ്, എൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കണം. രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട പേടി എന്താ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാം, മിൻ ഖിബലിൽ മലായിക, മലക്കുകളെ ഭാഗത്തുനിന്ന് ഒരു പേടി ഉണ്ടാവണം. നേരത്തെ പറഞ്ഞത് അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പേടി ഉണ്ടാവണമെന്നാ, അള്ളാഹ് എൻ്റെ ഈമാൻ ഊരിക്കളയോ എന്നുള്ള പേടി. ഇപ്പം രണ്ടാമത് പറയണത് മലക്കുകളെ ഭാഗത്തുനിന്ന് ഒരു പേടി ഉണ്ടാവണം. അതെന്താ പേടി ഉണ്ടാവേണ്ടത്? ഖിയാമത്ത് നാളിൽ എന്നെ വഷളാക്കുന്ന വല്ലതും മലക്കുകൾ എഴുതി വെക്കുന്നുണ്ടോ എന്നുള്ള പേടി ഉണ്ടാവണം. എത്ര രഹസ്യമായിട്ട് എന്ത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ചെയ്താലും മലക്കുകൾ അതൊക്കെ പകൽ വെളിച്ചം പോലെ എഴുതി വെക്കും. ആഖിറത്തിൽ എന്നെ നാണക്കെടാക്കുന്ന വഷളാക്കുന്ന എന്തെങ്കിലും മലക്കുകൾക്ക് എഴുതി വെക്കാൻ ഞാൻ അവസരം കൊടുക്കില്ല. അല്ലാഹ് എന്നെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും എഴുതുന്നുണ്ടോ എന്ന് പേടി ഉണ്ടാവണം. മലക്കൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതിന് നമുക്കൊരു ഹയാ ഉണ്ടാവണം. ഹയാ, അല്ലാഹ് എന്നെ മലക്കൾ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഹയാ ഉണ്ടാവണം. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നർത്ഥം. ഹയായിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് അൽ ഈമാനു ബിളഉം വസബഊന ശുഅബ. ഈമാൻ എന്ന് പറഞ്ഞാൽ 70+ കാര്യങ്ങളുണ്ട്. അഫ്ളലുഹ, അതിലേറ്റവും ടോപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്നാഹ, അതിലേറ്റവും ലാസ്റ്റ് ഉള്ളത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള തടസ്സം നീക്കലാണ്. ഇത് പറഞ്ഞിട്ട് ഹദീസ് നിർത്താമായിരുന്നു, നിർത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് എങ്ങനെയാണ് പൂർത്തിയാക്കുന്നറിയോ? വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? പറയുന്നുണ്ടെങ്കിൽ 70 ഫുള്ള് പറയാം, അത് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക, അതും ഇവിടെ സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ആദ്യത്തതും ലാസ്റ്റത്തതും മാത്രം പറയാം, അതുമല്ല ഇവിടെ പറഞ്ഞത്. ആദ്യത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ലാസ്റ്റത്തെ വഴിയിലുള്ള തടസ്സം നീക്കലും പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒന്ന് മാത്രം, ഹയാ മാത്രം പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താ? ഉദാഹരണം പറഞ്ഞാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 അക്ഷരമുണ്ട്. ആദ്യത്തെ അക്ഷരം എ, ലാസ്റ്റത്തെ അക്ഷരം സെഡ്. എൻ എന്ന് പറഞ്ഞിട്ടൊരു അക്ഷരമുണ്ട്. അതിന് എൻ എന്ന് മാത്രം പ്രത്യേകിച്ച് പറഞ്ഞത്? എം ഇല്ലേ, ക്യൂ ഇല്ലേ, പി ഇല്ലേ, ടി ഇല്ലേ? ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എഫ് ഉണ്ട്, ഡി ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്, ഐ ഉണ്ട്. അതിൻ്റെ എൻ എന്ന നാണക്കേട് മാത്രം പ്രത്യേകിച്ച് പറയേണ്ട കാരണം എന്താ? കാരണം ഹയാ മാത്രം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഹയാ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈമാന് ഫുള്ളായി. ഇനി 70 ഏതെല്ലാന്ന് പരതേണ്ട ആവശ്യമില്ല. ഹയാ, അള്ളാഹ് ഞാനെങ്ങനെ എൻ്റെ അള്ളാഹിനോട് അത് ചെയ്യുക, മലക്കളൊക്കെ ഉണ്ടാവുക ഞാനെങ്ങനെ അത് ചെയ്യുക, ആ ചിന്ത ഉണ്ടെങ്കിൽ എനിക്ക് CCTVൻ്റെയും പോലീസിൻ്റെയും സദറുസ്താൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് പറഞ്ഞത്. വൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ. ഹയാ ഉണ്ടെങ്കിൽ ഈമാൻ ഫുള്ളായി. ഇനി ഏതെല്ലാം ഈമാൻ്റെ 70+ കാര്യങ്ങൾ ഉസ്താദ് ഓരോ ദിവസം ഓരോ വോയിസ് അയച്ചാരോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹയാ ഉണ്ടെങ്കിൽ യു ഹാവ് സക്സീഡ്, നീ വിജയിച്ചു. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് 70+ കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇത് മാത്രം പ്രത്യേകിച്ച് പറയാനുള്ള കാരണം അതാണ്. അപ്പം മലക്കുകളോട് നമുക്കൊരു ഹയാ ഉണ്ടാണ്. മലക്കൾ കാണൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ലേ? കാന ലാ യഅ്തസിലു ഉരിയാനൻ ഖത്തു വലൗ ഫീ ലൈലിൻ. രാത്രിയാണെങ്കിലും തങ്ങൾ നഗ്നമായിട്ട് കുളിക്കൂല, അവറത്തൊക്കെ മറച്ചിട്ടേ കുളിക്കുള്ളൂ. അതൊരു ഹയാ ആണ്. അപ്പം മലക്കുകൾ എന്നെക്കുറിച്ച്, എന്നെ വഷളാക്കുന്ന വല്ലതും എഴുതി വെക്കുന്നുണ്ടോ എന്ന പേടി നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കണം. എന്നെ ബോറാക്കുന്നത് അമ്പിയാക്കളെ മുമ്പിൽ നിന്ന് നമ്മളെക്കുറിച്ച് ഇങ്ങനെ വായിക്കുക. 18-ാം വയസ്സിലാണ് ഈ കുട്ടി അപകടത്തിൽ, ആക്സിഡൻറ്റിൽ മരിച്ചത്. മലക്കൾ വായിക്കടാ എന്നിട്ട് മലക്കൾ ഇങ്ങനെ വായിക്കുക, എഴുതുക. നിങ്ങൾ ആലോചിക്കുക, 3 കൊല്ലമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ഉണ്ടായത്.
3 കൊല്ലത്തിനിടയിൽ 2,48,236 വീഡിയോസാണ് റീൽസ് വഴി, ഇൻസ്റ്റാ, യൂട്യൂബ് വഴി കണ്ടത്. ബോറല്ലേ, മഹാബോറല്ലേ? മലക്കൾ ഇങ്ങനെ എഴുതി വെച്ചാൽ നമ്മളതിനിങ്ങനെ ആശ്ചര്യപ്പെടൂല്ലേ, ഇതെന്താ റബ്ബേ ഞാനാ? അങ്ങനെ കളവ് പറയാൻ ശ്രമിക്കുമ്പോൾ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായക്ക് സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, ഈ 2 വിരലുകൾ സംസാരിക്കും. ശരി തന്നെയാണ്, 2 കൊല്ലം ഇതാ ഇവരിങ്ങനെ സംസാരിക്കും. 2,38,236 വീഡിയോസ് ഞാൻ ചെറിയ കാലത്ത് തന്നെ സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. ആയിഷ് വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും, കാലും പറയും ശരി തന്നെയാണ്, ഞാൻ ഇങ്ങനെ നീണ്ട് ബെഡ്മേൽ നിന്നിട്ടാണ് ഇങ്ങനെ ചാരിയതിട്ടാണ് കണ്ടിട്ട് നമുക്കറിയാം പറയും. മനുഷ്യന്മാരെ മിക്കവാറും നരകത്തിലേക്ക് എത്തിക്കുന്നത് ഈ 2 വിരലുകളായിരിക്കും. അതിന് നമ്മളോട് നേരത്തെ തന്നെ സ്നേഹമുള്ള റബ്ബ് പറഞ്ഞു, വതുകല്ലിമുനാ ഐദീഹിം, കള്ളനെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അടിച്ച് നീയല്ലടാ അത് മോഷ്ടിച്ചത് എന്നൊന്നും കള്ളനെ അടിച്ചു പറയിപ്പിക്കലൊന്നുമല്ല. വതുകല്ലിമുനാ ഐദീഹിം എന്ന് പറഞ്ഞാൽ കൈകളെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുന്നല്ല അല്ല പറയണത്. കൈക്കന്നെ ഇതെല്ലാം ചെയ്യൽ നാണക്കെടും ബോറും ആയതുകൊണ്ട് കൈ നമ്മൾ ചോദിക്കാതെ തന്നെ വതുകല്ലിമുനാ ഐദീഹിം, കൈ ഇങ്ങോട്ട് സംസാരിക്കും. എനിക്കിതൊന്നും ഇഷ്ടമല്ല റബ്ബേ, ഈ ഹൈവാൻ എന്നെ ഇങ്ങനെ തള്ളി സ്ക്രോൾ ചെയ്യിപ്പിച്ചതാണ്, എനിക്കിതൊന്നും ഇഷ്ടമല്ല. 2 കോടിയിലധികം ഹറാമുകൾ ഞാൻ എൻ്റെ ഈ വിരൽ കൊണ്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. വതുകല്ലിമുനാ ഐദീഹിം വതുകല്ലിമുനാ ഐദീഹിം വതുകല്ലിമുനാ ഐദീഹിം. അതാണ്. അപ്പം മലക്കളെ ഭാഗത്തുനിന്ന് ഒരു പേടി ഉണ്ടാവണം. എന്ത് പേടി? യക്തുബു മാ യുഫ്തലഹു ബിഹി യൗമൽ ഖിയാമ, ആഖിറത്തിൽ എന്നെ വഷളാക്കുന്നത് മലക്കൾ എൻ്റെ ഏടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഏട് തന്നിട്ട് ഓരോ പേജ് മറിക്കുമ്പോൾ വായിക്കാൻ നാണക്കേടായിരിക്കും. ആരൊക്കെ ഉണ്ടാവും? ഉമ്മാമ, ഉപ്പാപ്പ, സോണിൻ്റെ സ്റ്റേറ്റിൻ്റെ നേതാക്കൾ, പ്രസിഡന്റ്, സെക്രട്ടറി, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സ്വഹാബത്തൊക്കെ ഉണ്ടാവില്ലേ? എൻ്റെ നബിതങ്ങളെ കണ്ടതിന് ശേഷം എൻ്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ലെന്ന് പറയുന്ന അലിയർലാൻ ഉണ്ടാവില്ലേ അവിടെ? എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ തൊട്ടതിന് ശേഷം എൻ്റെ ഔറത്ത് തന്നെ ഞാൻ തൊട്ടിട്ടില്ലെന്ന് പറയുന്ന ഉസ്മാൻ ഉണ്ടാവില്ലേ അവിടെ? ഇല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അന്യപെണ്ണിനെ കണ്ടിട്ടില്ല, അന്യപെണ്ണിനെ ചിന്തിച്ചിട്ടില്ല, അന്യപെണ്ണ് എൻ്റെ സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ലെന്ന് പറഞ്ഞ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ ഉണ്ടാവില്ലേ അവിടെ? ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല അതൊരു കാര്യവും ചെയ്തിട്ടില്ലെന്ന ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു ഉണ്ടാവില്ലേ അവിടെ? 120 വയസ്സായിട്ടും നിങ്ങൾക്ക് ആരോഗ്യത്തിനൊരു കുറവും വന്നിട്ടില്ലല്ലോ എന്ന് ഖാളി അബൂ ശുജാ തങ്ങളോട് ചോദിച്ചപ്പോൾ എൻ്റെ പ്രായപൂർത്തിയായ കാലം മുതൽ ഞാൻ എൻ്റെ അവയവം കൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ആ മഹാനുണ്ടാവില്ലേ? ഖാളി അബൂ ശുജാഇൻ്റെ ഫിഖ്ഹിൻ്റെ കിതാബ് എടുത്തിട്ടുണ്ടാവില്ലേ അവിടെ? ഖാളി അബൂ ത്വയ്യിബ് തങ്ങൾ 100 വയസ്സായിട്ടും കപ്പലിൽ നിന്ന് ജമ്പ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നാട്ടുകാർ ചോദിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യത്തിൽ പേടിയില്ലേ എന്ന്. എന്ത് പേടി? എൻ്റെ അവയവം കൊണ്ടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെന്തിനാ പേടി? പിന്നെങ്ങനെ പേടി? കാലിന് പഴുപ്പ് ബാധിച്ചിട്ട് കാല് മുറിച്ചു മാറ്റിയ കാല് നോക്കിയിട്ട് ഉർവത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലേ, ഈ കാല് കൊണ്ട് ഒരു ഹറാമും ഞാൻ നടന്നിട്ടില്ല റബ്ബേ എന്ന്. എന്താ വാർത്താനോ, എന്താ സർട്ടിഫിക്കറ്റ്? മഗ്തബത്തു അഹദ മുൻദു അലിംതു അന്നൽ ഗീബത്ത് ഹറാം, ഗീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞ ശേഷം ഞാൻ ആരെയും ഗീബത്ത് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്ന ബുഖാരി ഇമാമിൻ്റെ മുമ്പിലേക്ക് നമ്മളെങ്ങനെ പോവുക? വതുകല്ലിമുനാ ഐദീഹിം, ഇൻസ്റ്റയും വാട്സപ്പും യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ വതുകല്ലിമുനാ ഐദീഹിം എന്ന ആയത്ത് നമ്മളെ പിടിച്ചു നിർത്തണം. മലക്കുകളുടെ കാര്യത്തിൽ നമുക്കൊരു ഭയം ഉണ്ടാകണം. എന്നെക്കുറിച്ച് എന്തെല്ലാമായിരിക്കും മലക്കൾ എഴുതി വെക്കുക? മലക്കൾ നജസ്സുള്ള അടുത്തേക്ക് വരില്ല. ഒരാൾ ടോയ്ലറ്റിൽ കയറി, ബാത്റൂമിൽ കയറിയിട്ട് എന്തോ തെറ്റ് ചെയ്ത് അതിൻ്റെ വാസന കൊണ്ട് മലക്കൾ എഴുതി വെക്കും. 3 സിഗരറ്റാണ് വലിച്ചത്, ബാത്റൂമിൽ നിന്ന് 3 സിഗരറ്റ് വലിച്ചു, കണ്ടോ? എഴുതി വെക്കും, മലക്കൾ എഴുതി വെക്കും. അള്ളാഹുൽ വിശ്വാസമില്ലേ നമുക്കൊക്കെ? അള്ളാഹുൽ വിശ്വാസമില്ലേ? ഒഴിവ് കിട്ടുമ്പോൾ ഒക്കെ തെറ്റ് ചെയ്താൽ എപ്പോഴാ മോനെ ഈമാൻ ഉണ്ടാവുക? ആരും ഇല്ലാതിരിക്കുമ്പോഴൊക്കെ നീ ഹറാമ് ചെയ്യുക, പിന്നെ എങ്ങനെയാ നിനക്ക് ഈമാൻ ഉണ്ടാവുക? അതാണ് ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ എത്രയും തെറ്റ് നീ ചെയ്തോളി.
അതാണ് ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒരാൾ പറഞ്ഞു എനിക്ക് തെറ്റ് നിർത്താൻ കഴിയുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന്. തെറ്റ് ചെയ്തോളി, ചെയ്യട്ടെ, പ്രശ്നമില്ല, ചെയ്തോളി. പക്ഷെ 1-2 കണ്ടീഷൻസ് ഉണ്ട്. എന്തേ? അള്ളാഹ് കാണാത്ത സ്ഥലത്തുനിന്ന് ചെയ്യണം. അങ്ങനെയങ്ങ് ചെയ്തോളി. അതെങ്ങനെയാണ്? അത് നടക്കൂല. എന്നാൽ പിന്നെ അള്ളാഹിൻ്റെ ഫുഡും വെള്ളവും ഒന്നും കഴിക്കാണ്ട് തെറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? നമ്മളിപ്പോൾ മൊബൈലിൽ നിന്നൊരു തെറ്റ് കാണുമ്പോൾ അതിന് 2 ഓപ്ഷൻ ഉണ്ടാവുക. ഒന്നുകിൽ ഈ തെറ്റ് കണ്ടോണ്ടിരിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം. അല്ലെങ്കിലുള്ള അടുത്ത ഓപ്ഷൻ അള്ളാഹ് കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കണം. അള്ളാഹ് കാണുന്നുണ്ട് നമുക്കറിയുന്നതോടുകൂടി തെറ്റ് തുടരുകയാണെങ്കിൽ അതൊരു ധിക്കാരാണ്. അള്ളാഹ് കണ്ടാലെന്നാ ലൈഫ് ഫോർ എൻജോയ്, ജീവിതം കുറച്ചൊക്കെ അടിച്ചു പൊളിക്കണ്ടേ, +2 എത്തിയില്ലേ, ഡിഗ്രി ഫൈനൽ ഇയർ അല്ലേ, അതൊരു ധിക്കാരാണ്, അള്ളാഹിനോടുള്ള വാശി. അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് തെറ്റ് കാണുന്നത് അള്ളാഹ് കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കണത്. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്താ പറയുക? കുഫർ എന്ന് പറയാം. കാരണം കാഴ്ചയില്ലാത്ത അള്ളാഹുവിലാണ് വിശ്വാസം. എങ്ങനെ? അള്ളാഹ് കണ്ടക്കൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്, കണ്ടപാട് വീഡിയോ ഡിലീറ്റ് ആക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല എൻ്റെ ഫോണ് നമ്പർ ലോക്കും ഉണ്ട്, ഫിംഗർ പ്രിൻറ്റും ഉണ്ട്. എങ്ങനെ അള്ളാഹ് കണ്ടക്കൽ? കാഴ്ചയില്ലാത്ത അള്ളാഹുവിലാണ് മൂപ്പരുടെ വിശ്വാസം. അത് കുഫറാണ്. മോൻ്റെ വയസ്സെത്ര? 17. മോന് മദ്രസയിൽ പഠിച്ചിരുന്നു? യെസ്. പണ്ട് 7ാമത്തെ വയസ്സിൽ പഠിച്ച ഒരു പാട്ട് ഉസ്താദ് പാടിയാൽ ബാക്കി പാടുമോ? ഓർമ്മ ഉണ്ടാവുമെന്നറിയില്ല. ഉസ്താദ് ഒന്ന് പാടി നോക്ക്. എല്ലാം കാണും അല്ലാഹു. അന്ന് അള്ളാഹ്ക്ക് കാഴ്ച ഉണ്ടല്ലേ 7ാം വയസ്സിൽ? എൻ്റെ 7ാം വയസ്സിൽ. നിനക്ക് 17 വയസ്സാകുമ്പോൾ അള്ളാഹിൻ്റെ കാഴ്ച പോയില്ലേ? അതുകൊണ്ടല്ലേ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നീ തെറ്റ് കാണുന്നത്. നീ എന്തിനാ വാതിലടച്ചത്? കാണാതിരിക്കാൻ. ആര്? ഉപ്പ, ഉമ്മ, ഉസ്താദ്, ഏട്ടൻ, അനിയൻ? അല്ലയോ? നീ എന്തിനാ കണ്ട ഉടനെ ഡിലീറ്റ് ആക്കിയത്? കാണാതിരിക്കാൻ. ആര് കാണാതിരിക്കാൻ? ഭാര്യ. അല്ലയോ? ഒരാൾ മുത്തഖിയാവാൻ അങ്ങനെ കുറേ കിതാബ് ഓതേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അള്ളാഹു കാണുന്നുണ്ടല്ലോ, എൻ്റെ കൂടെ മലക്കളുണ്ടല്ലോ എന്ന് ബോധം ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് അത് മതി. അയാൾ ഒരാളെയും വഞ്ചിക്കൂല, ഒരു ട്രാഫിക് സിഗ്നലും അയാൾ തെറ്റിക്കൂല, ഒരു മനുഷ്യനോടും മോശമായിട്ട് പെരുമാറില്ല. അയാളുടെ ഉള്ള് വളരെ ശുദ്ധിയുള്ളതായിരിക്കും. അതാണ് കാര്യം. അപ്പം മലക്കുകൾ എന്നെ വഷളാക്കുന്നത് എഴുതി വെക്കുമോ? ഈ പേടി നമുക്കുണ്ടാകണം. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. 6 കാര്യങ്ങളിലേക്ക് എത്താനുള്ള കുറച്ച് വേഗത ഇനി കൊണ്ടുവരാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ എത്തുന്നിടത്ത് അവസാനിപ്പിച്ച് പിന്നീട് അവസരം പോലെ ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. മൂന്നാമത്തത്, ഒരാൾക്ക് ഉണ്ടാവേണ്ട പേടികളിലെ 3ാമത്തെ പേടി പിശാചിന്റെ ഭാഗത്തുനിന്ന് ഒരു പേടി ഉണ്ടാകും. അതെന്താ പേടി? എന്നെ പിശാച് പറ്റിച്ചിട്ട് എൻ്റെ അമല് ബാത്തിലാക്കാൻ നോക്കുന്നുണ്ടോ എന്നുള്ള പേടി ഉണ്ടാകണം. ഇബ്ലീസിന് എന്താ താല്പര്യം എന്ന് വെച്ചാൽ, ഇബ്ലീസ് നരകത്തിൻ്റെ സീറ്റ് കൺഫേമാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് അല്ല, കൺഫേമാണ്. കൺഫേം. ഇബ്ലീസിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പരമാവധി ആൾ നരകത്തിലെത്തണം എന്നുള്ളതാണ്. പരമാവധി ആൾ നരകത്തിലെത്തിയാൽ ഇബ്ലീസിന് വല്ല പ്രശ്നം ഉണ്ടാവോ? വല്ല അളവും ഉണ്ടാവോ? കുറേ ആളെ നീ നരകത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ശിക്ഷയിൽ അളവ് അങ്ങനെ ഉണ്ടാവോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ബാക്കിയുള്ള ആളെ നരകത്തിലേക്ക് കൊണ്ടുവരുന്ന ഇബ്ലീസ്? ഞാൻ ഏതായാലും നരകത്തിലെത്തി. അങ്ങനെയല്ലേ? ഇപ്പോൾ ഒരാൾ BComൻ്റെ റിസൾട്ട് നോക്കുകയാണ്, തോറ്റിന്. അടുത്ത ആൾ റിസൾട്ട് നോക്കുമ്പോൾ ഇവൻ ബേക്കുന്നത് വേർക്ക് ഓനെയും തോപ്പിക്കണേന്ന്. അതെന്താ? ഓൻ തോറ്റ ഇവനിക്ക് മെച്ചമുണ്ടോ? ഇല്ല. അല്ല, ഒന്നിച്ച് പരീക്ഷ എഴുതാൻ പോകാൻ ഒരു പ്രത്യേക രസമല്ലേ? ഇബ്ലീസിൻ്റെ പൂതി എന്ന് വെച്ചാൽ, ഞാൻ ഏതായാലും നരകത്തിലെത്തി, നരകത്തിലേക്ക് കുറച്ച് പെണ്ണുങ്ങളെ കിട്ടണം, ആണുങ്ങളെ കിട്ടണം എന്നുള്ളതാണ് മോഹം. അതാണ് പൂതി. അപ്പം ഇബ്ലീസ് അതിനെന്താ ചെയ്യുക? ഇബാദത്ത് ചെയ്യാൻ പരമാവധി മടി കൊടുക്കും.
മടി കൊടുക്കും. ഉദാഹരണത്തിന് സ്വതക്ക ചെയ്യാൻ തോന്നുമ്പോൾ ഇബ്ലീസ് 70 ശിഷ്യന്മാരെ അയച്ചിട്ട് പറയും ഓൻ്റെ കൈ പിടിച്ചു വെക്കുക. അതുകൊണ്ടാണ് സ്വതക്കുള്ള ഒരു മര്യാദ ഉണ്ട്. എന്തേ? അൽ-ഇസ്തിഅജാൽ. സ്വതക്ക ചെയ്യാൻ നമ്മളെ മനസ്സിൽ തോന്നിയ വേഗം ചെയ്യണം എന്നാണ്. പിന്തിക്കൽ സുന്നത്തില്ല. ഉദാഹരണം പറയാം, റമളാനിൽ സ്വതക്ക ചെയ്യലിന് കൂടുതൽ കൂലിയുണ്ട്. ഒരാൾക്ക് ശഅബാൻ 25-ന് ഒരാൾക്ക് സ്വതക്ക കൊടുക്കാനുള്ള ചാൻസ് കിട്ടി. അന്നേരം അയാൾ ചിന്തിക്കുകയാണ്, അടുത്ത ആഴ്ച ഏതായാലും റമളാനാണല്ലോ, എന്നേരം കൊടുത്താൽ കൂടുതൽ കൂലിയുണ്ടല്ലോ, അങ്ങനെ സ്വതക്ക പിന്തിക്കൽ സുന്നത്തുണ്ടോ? ഇല്ല. നാളെയാണ് റമളാനെങ്കിലും സ്വതക്ക പിന്തിക്കലും സുന്നത്തില്ല. നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. സ്വതക്ക പിന്തിക്കൽ സുന്നത്തില്ല. സ്വതക്കക്ക് ചാൻസ് കിട്ടിയാൽ ആ സ്പോട്ടിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? 70 ഇബ്ലീസിൻ്റെ ശിഷ്യന്മാരായ 70 ആൾ വന്നിട്ട് ആ സ്വതക്ക എങ്ങനെയെങ്കിലും ചെയ്യാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകും. ഉദാഹരണം, പ്രവാസിയായ ഒരാൾ ഫോൺ ഇങ്ങനെ നോക്കുമ്പോൾ മഹല്ല് ഗ്രൂപ്പിൽ ഖത്തീബിൻ്റെ വോയിസ്, നമുക്കൊക്കെ പരിചയമുള്ള മരിച്ചുപോയ മർഹൂം അബ്ദുള്ള ഹാജിയുടെ മകൻ ഖമറുദ്ദീൻ ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലാണ്. ചികിത്സ സഹായം ആവശ്യപ്പെട്ട് കുടുംബം നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഉള്ള കാലത്ത് നമ്മളെയൊക്കെ നന്നായി സഹായിച്ച കുടുംബമാണ്. ആ കുടുംബം വളരെ പ്രയാസത്തിലാണ് സാമ്പത്തികമായിട്ട്. കഴിവ് ഉള്ളവരൊക്കെ സഹായിക്കണം എന്നാണ് ഖത്തീബിൻ്റെ റിക്വസ്റ്റ്. ഖമറുദ്ദീൻ എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ച ആളല്ലേ, പാവം. അങ്ങനെ നമുക്ക് തോന്നി. ഏകദേശം ചികിത്സാ ഫണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 10 ലക്ഷമാണ്. ഒരു 10,000 രൂപയെങ്കിലും എനിക്കിപ്പോൾ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് ആലോചിച്ച് 10,000 കൊടുക്കണം നമ്മൾ തീരുമാനിച്ച്. ഇപ്പം കൊടുത്തിട്ടില്ലെങ്കിൽ മിക്കവാറും ആ 10,000 ബാങ്കല്ലേ കൊടുത്തല്ലേ അവിടെ വെച്ച് നിസ്കരിക്കണം. നല്ല പഠനത്തിന് വേണമെങ്കിൽ അൽ ഫവായിദുൽ മുഖ്താർ എന്ന കിതാബ് നോക്കിയാൽ മതി. ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കാണാം. ഇബ്ലീസിന് എപ്പോഴും വേണ്ടത് നമ്മൾ ഇബാദത്ത് ചെയ്യരുത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഇബ്ലീസിനെ അതിജയിച്ചിട്ട് ഇബാദത്ത് ചെയ്തു എന്ന് വിചാരിച്ചോ, ഇബ്ലീസിനെ അതിജയിച്ചു, ഇബാദത്ത് ചെയ്തു. എന്നാൽ ഇബ്ലീസ് എന്താ ചെയ്യല്? അതാ ഉസ്മാൻ റളിയല്ലാഹു പോയ കാര്യമായിട്ട് കൂട്ടിയിട്ട് പോകാനുള്ളത്. ഇയാളാണ് അത് തന്നതപ്പം അയാൾ, അതെ അതെ അതെ, ഇയാളാണ് അത് തന്നതപ്പം അയാൾ, അതെ അതെ അതെ. ഈ തലാട്ടലുകൊണ്ട് എന്തെല്ലാം ബാത്തിലാവും. നമ്മളെല്ലാം ബാത്തിലാവും. നമ്മൾ ആരുടെയും ബാത്തിലാവാൻ കാരണമാകുന്നുണ്ടോ എന്ന് പേടിക്കണം. ഇപ്പോൾ ഒന്നാമത് ആദരവ് കൂടിയ കാലം, ഭയങ്കര ആദരവാണിപ്പോൾ. അനങ്ങിയാൽ ഷാളും മൊമെൻറ്റുമാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ ഇവിടുന്ന് തട്ടിയിട്ട് ഇവിടെയുള്ള ടിഷ്യൂ ബോക്സ് താഴെ വീണെന്ന് കരുതുക. അപ്പോൾ ആരോ ഇവിടെ ഇരിക്കുന്ന ചെറിയ മക്കൾ അത് എടുക്കാൻ വേണ്ടി പറയും, വേണ്ട സ്റ്റോപ്പ് ദെയർ, അവിടേക്ക്. ഞാൻ അവിടെ അതിലേ പോയി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അത് എടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് എന്നെ ആദരിക്കാനുള്ള ഷാളും മൊമെൻറ്റവും റെഡി ആയിട്ടുണ്ടാവും. താഴ്മയുടെ മകുടോദാഹരണമായ പ്രിയപ്പെട്ട ഉസ്താദിന് നമ്മുടെ മഹല്ല് വക ആകട മനുഷ്യന്മാരെ കേട് വരുത്തുന്നിടത്ത് നമ്മളൊക്കെ റാങ്ക് നമ്പർ 1 ആണ്. ആദരവൊക്കെ ഇസ്ലാമിൽ ഉണ്ട് എന്നുള്ളതും അറിയുന്നതോടൊപ്പം തന്നെയാണ് ഞാനിത് പറയണത്. നമ്മളൊക്കെ നന്നായി ശ്രദ്ധിക്കണം. അത് ടോക്കൺ ഓഫ് ലവ് എന്ന പേരിലാണെങ്കിൽ തന്നെയും ആരുടെയും അമല് ബാത്തിലാക്കാൻ നമ്മൾ കാരണമാവരുത്. ഇബ്ലീസിൻ്റെ പണി നമ്മൾ ചെയ്യരുത്. എപ്പം ശ്രദ്ധിക്കണം. നമ്മളായിട്ട് സംഘടനാ സിസ്റ്റത്തിൽ തന്നെ നമ്മളൊക്കെ പ്രവർത്തിക്കണം. സംഘടനയിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ കുറയാനുള്ള ഒരു സാധ്യത ഉണ്ട്. നല്ല ശ്രദ്ധിക്കണം. നമ്മളെ അമല് ബാത്തിലാക്കാൻ ഇബ്ലീസ് എപ്പോഴും ശ്രമിക്കും. സ്വതക്ക ചെയ്ത ഒരാളുടെ ബേക്കിൽ ഇബ്ലീസ് വർഷങ്ങളോളം നടക്കും. ആ സ്വതക്ക പറയും. അതുകൊണ്ട് തന്നെ ചില ആൾ സ്വതക്ക പറഞ്ഞിട്ട് പറയും, ഞാൻ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ ഉസ്താദ്, ഒരു സന്തോഷത്തിന് വേണ്ടി പറഞ്ഞതാണ്. ആരാ സന്തോഷത്തിന്? ഇബ്ലീസിൻ്റെ. കാര്യമായിട്ട് മൂപ്പർ എത്ര കൊല്ലായി അധ്വാനിക്കുന്നു, മൂപ്പരെ സന്തോഷിപ്പിക്കണ്ടേ? എന്തിനാ നമ്മൾ എടുത്ത് പറയണത്? എന്താ അതിനെ കൊണ്ട് കാര്യം? ചില മഹാന്മാരുടെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹുവിൻ്റെ ഒക്കെ ജീവചരിത്രത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രാത്രി മൊത്തം ഉറക്കൊഴിഞ്ഞാൽ
സുബഹിന് പള്ളിയിൽ വരുമ്പോൾ അവരെന്താ ചെയ്യാന്നറിയാം? ഉറക്കച്ചടവ് അഭിനയിക്കും. ഉറങ്ങിയിട്ടൊന്നും മതിയാകുന്നില്ലല്ലോ റബ്ബേ എന്നുള്ള ആൾക്ക് ഫീൽ ചെയ്യും. കാരണം ഫുള്ള് ഉറങ്ങി പൂസായിട്ടാണ് വരുന്നതെന്ന് നാട്ടുകാരെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയത്ത് എനിക്ക് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മറ്റന്നാൾ ഒരു പ്രോഗ്രാം ഉണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരാൾ എന്നെ ഇപ്പോൾ ഫോൺ വിളിച്ചാൽ തന്നെ ഒരാൾ ചോദിക്കുകയാണ്, ഉസ്താദ് തിരക്കിലാണോ? അഥവാ ഞാൻ ഒന്നും പണിയില്ലാണ്ട് ബെഡുമ്മേൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണെങ്കിലും ഞാൻ ഫ്രീ ആണെന്ന് പറയൂല, എൻ്റെ അഹങ്കാരം അതിന് സമ്മതിക്കൂല. എന്താണ് പറഞ്ഞോളൂ, ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയും. എന്തിനാ ഈ നാടകമൊക്കെ കളിക്കണത്? ഒരു പച്ച ജീവിതം നയിച്ചൂടെ? മനുഷ്യന്മാർ പച്ചയായി ജീവിച്ചാലാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുക. എന്തിനാ ഈ നാടകമൊക്കെ കളിക്കണത്? എന്തിന്? അതൊന്നും വേണ്ട. നമ്മളെ അമല് ഇബ്ലീസ് ബാത്തിലാക്കുന്നുണ്ടോ എന്ന് നമുക്ക് എപ്പോഴും പേടിയുണ്ടാവണം. അതുകൊണ്ടാണ് ഇഖ്ലാസ് ഉണ്ടാവണം എന്ന് പറയണത്. ഇഖ്ലാസ് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അക്സറു അമലല്ല അയ്യുക്കും അഹ്സനു അമല. ഇഖ്ലാസ് ഉള്ള മനുഷ്യന്മാർ ആരാന്നറിയാനാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. നിങ്ങളിൽ ആരാണ് മുഖ്ലിസ്? അതാണ് അള്ളാഹ്ക്ക് കിട്ടേണ്ടത്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ദുനിയാവിന് വേണ്ടി ചെയ്യരുത്. അപ്പോൾ ഒരു ഉസ്താദ് വഅദ് പറയാൻ വേണ്ടി വന്നു. ആ ഉസ്താദ് ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജസ്റ്റ് സ്റ്റേജുമ്പോൾ കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ സ്റ്റേജ് വന്ന് കയറിയ ഒരു ചെറുപ്പക്കാരനോ മറ്റോ വന്നിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ട് ഉസ്താദ് വേണം. അത് ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരു ആലിമിന് വെള്ളം കൊടുക്കുക എന്ന് പറയുന്ന ഇബാത്ത് വലിയ ഇബാത്താണ്. ആ വെള്ളം കൊണ്ട് അവരുടെ ആരോഗ്യം ഉണ്ടായി. ആ ആരോഗ്യം കൊണ്ട് അവർ കുറേ കിതാബ് നോക്കി. ആ കിതാബ് നോക്കിയത് അവർ ദർസ് നടത്തി. ആ ദർസ് കുറേ ശിഷ്യന്മാർ അനുഭവിച്ചു. ആ ശിഷ്യന്മാർ ആയിരക്കണക്കിന് മക്കളായി. അവർ കുറേ ആൾക്ക് മുദരിസായി. അവർ കുറേ ആൾക്ക് പിന്നെയും ദർസ് നടത്തി. അതിൻ്റെ ഒക്കെ കൂലി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തതിന് കിട്ടൂ. പക്ഷെ ഇയാൾ ചിന്തിക്കണത് ഈ വെള്ളം കൊടുക്കുമ്പോൾ തന്നെ വേറൊരാളുടെ കയ്യിൽ ഐഫോൺ എടുത്തിട്ട് മറ്റേ ഫോൺ എടുക്കണം. ഉസ്താദേ, ഇതന്നെയല്ലേ നമ്മളെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നാടകം അല്ലേ? നാടകം. ഒരു ഉസ്താദ് ഒരു വീട്ടിൽ വന്നെന്ന് വിചാരിക്കുക, ഒരു തങ്ങൾ വന്ന്, തങ്ങൾ സോഫ മേൽ ഇരിക്കുന്നു. അപ്പം അടുത്ത് പോയിട്ട് നേരത്തെ എത്തിയോ ട്രെയിന്? ഇതല്ലേ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യം. ദുനിയാവിന് വേണ്ടി നമ്മൾ ചെയ്താൽ നമ്മുടെ ഖൽബ് മോശമാവുന്നല്ലേ ഷെഹറാനി ഇമാം തംബീഹുൽ മുഖ്തരിനിൽ പറഞ്ഞത്. എന്തിനിപ്പോൾ ഒരു ഫോട്ടോയിലും കിട്ടിയിട്ട് എന്തപ്പോൾ കിട്ടേണ്ടത്? എന്തപ്പോൾ കാര്യം? നമ്മൾ ഈ സംഘടനാ കാലത്തും ഈ ദാവാ പ്രവർത്തനത്തിനിടയിലും നമ്മളെ അമലി ഇബ്ലീസ് ബാത്തിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോൾ പേടിക്കണം. അപ്പോൾ 3 ദിവസത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു സംഘാടകരോട്, ഈ പ്രാവശ്യം 3 ദിവസത്തെ പരിപാടി ഒന്നിനൊന്നും മെച്ചോട്ടോ. ആദ്യത്തെ ദിവസം നടന്നത് അൽഹംദുലില്ലാ, രണ്ടാമത്തെ ദിവസം അടിപൊളി, മൂന്നാമത്തെ ദിവസം പറയാനില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ ആരാ കൺവീനർ നോക്കണം എന്ന കോളർ അനക്കലുണ്ടെങ്കിൽ തീർന്നു പോയി. എത്ര ദിവസത്തെ ഉറക്കമൊഴിയലാണ് നമുക്ക് ബാത്തിലായി പോകുന്നത്. എന്തിനാ ബാത്തിലാക്കണത്? അപ്പം മുഖ്ലിസ് ആവണം. എന്താണ് ഈ മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ? ആരാണ് മുഖ്ലിസ്? ജാമിഉൽ ഉലൂം വൽ ഹിക്കമിൽ കാണാം. മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ മണലിലൂടെ നടക്കുന്നവനാണ്. മണലിലൂടെ നടന്നതിൻ്റെ അടയാളം ഉണ്ടാവും എന്നല്ലാണ്ട് ശബ്ദം ഉണ്ടാവില്ല. അതേപോലെ ഈ പരിപാടി മൊത്തം വിജയിപ്പിച്ചത് മൂപ്പർ തന്നെ ആയിരിക്കും. കുറേ ആളിൽ അടയാളം ഉണ്ടാവും, പക്ഷെ അയാൾ ഒരു ഫോട്ടോ എവിടെയും കുടുങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ പുതിയ കാലത്ത് എന്താണെന്ന് വെച്ചാൽ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരും, ആർക്കും അറിയില്ല ആരാണ് ഉസ്താദിനെ കൊണ്ടുവന്നത്, റെയിൽവേ സ്റ്റേഷനിൽ ആരാ കൊണ്ടുവിട്ടത്, പിന്നെ ആരെയാണ് എന്താ ഈ പ്രാവശ്യം 5 ദിവസത്തെ പരിപാടി ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായം. അപ്പോഴാണ് ലാസ്റ്റ് മഹലിൻ്റെ സംഘടനൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് പിന്നണിയിൽ പ്രവർത്തിച്ച 11 പേർ. ഫുട്ബോൾ ടീം ഇരിക്കുന്ന മതിരി ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ഇരിക്കും. ഇവർ പിന്നണിയിൽ പ്രവർത്തിച്ച തന്നെ ആരും കാണാണ്ടിരിക്കാനല്ലേ? ഈ ഫോട്ടോ ഔട്ട് ചെയ്യലോടുകൂടി മുന്നണിയായില്ലേ നീ? എന്തിന്? എന്താണ് അതിൻ്റെ കാര്യം? ആ ക്യാമറാമാൻ സംഘടനൻ്റെ പൈസയും കൊണ്ടാണ്, അയാളുടെ റെൻറ്റും എടുത്തിട്ടാണ് അയാൾ പോവുക. ആ ക്യാമറമാനെ കൊണ്ട് നമ്മളെ ഫോട്ടോ കൂടി എടുപ്പിക്കുന്നിടത്ത് ഒരു നാണക്കേട് വേണ്ടേ? ഞാനും ഉസ്താദ് ഇവിടുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറമാൻ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളിങ്ങനെ, എന്നിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് ക്യാമറമാനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഫോട്ടോ ഒന്ന് കിട്ടുമെന്ന്. എന്തൊരു നാണക്കേടാണ് ഈ പരിപാടിയൊക്കെ. ആരെ മുമ്പിലാ മോൻ ഈ അഭിനയിക്കുന്നത്? ആരെയാണ് നീ കളികളിപ്പിക്കുന്നത്? എന്തിനാണ്? അപ്പം മിൻ ഖിബലി ശൈത്വാൻ,
പിശാച് എൻ്റെ അമല് ബാത്തിലാക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ പേടിക്കണം. നമുക്ക് എപ്പം പേടിയുണ്ടാണ്. ഈ പരിപാടി കഴിഞ്ഞപാട് നമ്മൾക്ക് ഈ പരിപാടീൻ്റെ ഫോട്ടോ കിട്ടിയാൽ നമ്മൾ ഓരോരാളും സൂമാക്കിയിട്ട് നോക്കും, മഹാനായ ഞാനെങ്ങനെ ഉണ്ട് എന്ന്. വാലിന് വന്നതിന് മുതലായില്ലല്ലേ. ഞാൻ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ എത്ര മണിക്കൂർ യാത്ര ചെയ്യണം. ഒരു ഫോട്ടോ കിട്ടാനാണ് ഇവിടെ വരുന്നെങ്കിൽ എൻ്റെ പുരക്ക് ചുമരൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് നല്ല ഫോണ് പുരക്കന്നില്ലേ, ആടുന്ന് 100 എടുത്തൂടെ പൊന്നെ. അപ്പോൾ നമ്മൾ ഈ പൊട്ടന്മാരായി മാറരുത്. ചെറിയൊരു കാര്യം കിട്ടാൻ ആഖിറത്ത് നഷ്ടപ്പെടുത്തരുത്. ഖസ്തല്ലാനി ഇമാം അത് പഠിപ്പിക്കുന്നുണ്ട്. ആഖിറത്ത് നഷ്ടപ്പെടുത്തരുത്. എൻ്റെ അമൽ ഇബ്ലീസ് ബാത്തിലാക്കുന്നുണ്ടോ എന്ന് പേടിയുണ്ടാണ്. സ്വാഗതത്തിൽ സ്റ്റേജ് മേലുള്ള ആളെ മുഴുവനും പുകഴ്ത്തുക. എൻ്റെ അധ്യക്ഷൻ അടുത്ത മുഴുവൻ ആളെയും പുകഴ്ത്തുക. എൻ്റെ പ്രസംഗിക്കാൻ വന്ന ഉസ്താദിനോട് പറയാം, 4 ഹാജിക്കന്മാരുണ്ട്, ഉസ്താദിന് കൂടുതൽ അറിയില്ലെങ്കിലും ഓരോ പേരെങ്കിലും പറഞ്ഞോ, ഞാൻ പേര് പകുതിക്കുന്ന തരാം. എന്തൊരു പൊട്ടത്തരായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി തിരിച്ചു പറയാം. ഇനി എൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. അതെന്താ? ചില ആൾ ആലിമീങ്ങളെയും ഉസ്താദുമാരെയും സ്നേഹിക്കുന്നത് നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. അതെന്താ? അത് ഷെഹറാനി ഇമാമ് പറഞ്ഞത് ആദ്യം പറയാം, അല്ലെങ്കിൽ എൻ്റെ വക പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. അങ്ങനെ പറയാൻ പാടില്ല, ദീനല്ലേ. വദുആ ഉൽ മുരീദ്, ചില ആൾ ക്ഷണിക്കും. ആരെ? അൽ ഉലമാ, പണ്ഡിതന്മാരെ. വൽ ഉമറാ, വലിയ നേതാക്കളെ. എവിടത്തേക്ക്? ഇലാ ഹുളൂരി വലീമത്തിഹി, വീട്ടിലെ സൽക്കാരത്തിന്, ഹൗസ് വാമിങ്, വെഡ്ഡിങ് പ്രോഗ്രാം, വീട്ടിലേക്ക് ക്ഷണിക്കും. ആരെ? വലിയ വലിയ ആലിമീങ്ങളെയും സാദാത്തുക്കളെയും നേതാക്കളെയൊക്കെ. എന്തിന്? ലിയശ്റഫി ഖുലൂബിന്നാസ്, ജനങ്ങളെ മനസ്സിൽ ഇയാൾക്കെങ്ങനെ എല്ലാ മക്കളെ നിക്കാഹിനും ഉസ്താദിനെ തന്നെ കിട്ടുന്നത് എന്ന് നാട്ടുകാരിങ്ങനെ ആശ്ചര്യപ്പെടാൻ വേണ്ടിയിട്ട്. അതാണ് മൂപ്പര് താല്പര്യം. അങ്ങനെ ഒരാളുടെ ദുരുദ്ദേശമാണ് ആലിമീങ്ങളെ സ്നേഹിക്കുന്നതിൽ ഉള്ളതെങ്കിൽ വദാലിക മിൻ അസ്ബാബിൽ ഹലാക്ക്, അയാൾ നശിച്ചു പോവാൻ, അയാളെ ദുനിയാവ് ആഖിറത്ത് നശിച്ചു പോകാൻ അത് തന്നെ മതി എന്ന് ഇമാം ഷെഹറാനി റഹിമഹുല്ലയുടെ അൽ കൗകബു ഷാഹിഖ് ഫിൽ ഫർഖി ബൈന മുരീദി സ്വാദിഖ് വഗൈരി സ്വാദിഖ് എന്ന കിതാബിലുണ്ട്. എൻ്റെ 4 മക്കളുടെ നിക്കാഹ് ഉസ്താദാണ് കഴിച്ചത്. തങ്ങൾ വരും, ഉസ്താദ് മഗ്രിബാകുമ്പോൾ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് ചില ആൾക്കാരുടെ ഒരു ശീലമാണ്. എന്ത്? ഞാൻ അബുദാബിയിൽ ഉള്ള കാലത്ത് പേരോടൊക്കെ അധികം എൻ്റെ റൂമിലാണ് ഉണ്ടാവില്ല. പൊന്മളൻ്റെ UAE വിസ ഞാനല്ലേ എടുത്തു കൊടുത്തത്. എന്തൊരു കിബറിൻ്റെ വർത്താനം നോക്കിയേ. ഈ ആലിമീങ്ങളെ 2 തക്കാഫുൽ ഏറ്റെടുത്തതിൻ്റെ കിബറാണ് ഈ കാണിക്കണത്. എന്താ ചെയ്യാ? നമ്മൾ മനുഷ്യന്മാരെ കേടുവരുത്താനും പാടില്ല. ആ സ്ഥാപനത്തിൽ പോയപ്പോൾ നല്ല സ്വീകരണവും, ആ സ്ഥാപനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ചില പണക്കാർ പറയുന്നുണ്ടല്ലേ, എന്താ കാരണം? മൂപ്പർക്ക് 2 അണ്ടിപ്പരിപ്പും 3 മുന്തിരിയും കിട്ടീന്, അതാ വല്ല കാര്യമായിട്ട് പറയും. പിന്നെ മേലെ ചെത്തിയിട്ട് ഒരു ഇളനീറും ഒരു സ്ട്രോങ് കൊത്തി കൊടുത്തതിനാ പറയും. ആ സ്ഥാപനം അടിപൊളിയാട്ടോ. അടുത്ത മുത്താലിങ്ങൾ നല്ലോണം കിതാബ് ഓതുന്നുണ്ട് എന്നല്ല പറയുന്നത്, പിന്നെ എനിക്ക് ഇളനീർ കിട്ടിയിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജി. ഇബ്ലീസ് നിന്റെ അമല് ബാത്തിലാക്കുന്നുണ്ടോ എന്ന് നിനക്ക് പേടിയാണ്. നിന്റെ കാറിന് ഒരു കാർ പാസിൻ്റെ സ്റ്റിക്കർ ഇട്ടുമ്പോഴേക്ക് നിനക്കെന്തോ തോന്നാൻ പാടില്ല പൊന്നുമോനെ, ഉണ്ടാവരുത്. സ്ഥാപനത്തിൽ തക്കാഫിലൊക്കെ കൊടുത്ത് സംഭാവനയൊക്കെ കൊടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഗേറ്റ് കീപ്പർ പാവം നാസ്തയിക്കാൻ കുറച്ച് ഡിലേ ആയിട്ട് ചപ്പാത്തിയും ചെറിയ എന്താ പറയുക കറിയും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഹാജിയാർ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് ഹോൺ അടിക്കുന്നത്. അപ്പോൾ അയാൾ കുടുംബം പുറത്താക്കിയിട്ട് വൃദ്ധസദനത്തിൽ ഓൾഡ് ഏജ് ഹോംസിലൊന്ന് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 2 അറ്റം മുട്ടിക്കാൻ, ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ ഒരു 6000 ശമ്പളത്തിന് 86-ാം വയസ്സിൽ ഈ സ്ഥാപനത്തിൻ്റെ ഗേറ്റ് കീപ്പറായിട്ട് രാപ്പകൽ ഭേദമന്യേ ജോലി ചെയ്യുന്ന പാവം മനുഷ്യനാണ്. അയാൾ നാസ്ത കഴിച്ചിട്ട് പകുതിക്ക് അവിടെ വെച്ചിട്ട് കാലിന് മുടന്തുണ്ടായിട്ട് അയാൾ വെച്ച് വന്നിട്ട് ഗേറ്റ് തുറക്കുമ്പോഴാണ് 2 മുത്താലിമീങ്ങളുടെ തക്കാഫുല് കാശ് കൊടുത്ത ആചാർ ഏടാ നോക്കിയിട്ടാണ്, എടാ സമയം നോക്ക്, നിന്നെ അല്ല വെറുതെ വിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മോനെ? നിങ്ങൾക്ക് ഉസ്താദിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളതുകൊണ്ടല്ലേ ഈ കളിയെല്ലാം കളിച്ചത് അല്ലേ? നിന്റെ ഉപ്പാപ്പൻ്റെ പ്രായമില്ലേ ആ സാധു ഇപ്പം മദ്ലൂമല്ലേ, ആക്രമിക്കപ്പെട്ട ആളല്ലേ? അയാളുടെ ഹൃദയാറ്റ പൊട്ടിയിട്ട് ഒരു വാക്ക്
അള്ളാഹിനോട് പറഞ്ഞെങ്കിൽ നീ കരിഞ്ഞു പോവും, ഈ ദുനിയാവിൽ കത്തിച്ചാമ്പലാവും നീ. 2 തക്കാഫിൽ കൊടുത്തതിൻ്റെ കിബിർ കാണിക്കണടാ. ഇതിനാണോ ദീൻ്റെ സ്ഥാപനത്തിന് സഹായിക്കേണ്ടത്? ഇതാണോ ഇൽമിനെ സ്നേഹിക്കൽ എന്ന് പറഞ്ഞാൽ? അതാണ് ഉസ്മാനുള്ളാഹിന് പറഞ്ഞത്, നിന്റെ അമല് ഇബ്ലീസ് ബാത്തിലാക്കുന്നുണ്ടോ എന്ന് നിനക്ക് നല്ല തോന്നണം. അപ്പം നമ്മളെ തന്നെ ആരെങ്കിലുമൊക്കെ നല്ലോണം ബഹുമാനിക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടാണോ? ഞാൻ ഈ സ്റ്റേജ് മേലല്ലേ ഇരിക്കേണ്ട ആളാന്ന്. ഇവിടെ നിങ്ങൾ നോക്ക്, താജുൽ ഉലമൻ്റെ ഉറൂസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. താജുൽ ഉലമ വലിയ വേദിയിൽ പോയാൽ എന്താ പറയലെന്നറിയാം, ഇവിടെ ഒരുപാട് സ്വാലിഹീങ്ങളോ ഔലിയാക്കളോ ഉണ്ടാവും. അവരെ ദുആ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതിന്, ഞാനിവിടെ ഇരിക്കാൻ അർഹനൊന്നുമല്ല, എനിക്ക് പേടിയാന്നാ പറയല്. നൂറുൽ ഉലമൻ്റെ ഉറൂസായി ഇവിടെ നടക്കണത്. നൂറുൽ ഉലമനെ ആദരിക്കാൻ വേണ്ടി പൂനൂര് മർക്കസ് ഗാർഡനിൽ കൊണ്ടുപോകുമ്പോൾ നൂറുൽ ഉലമ എന്താ പറയുന്നറിയോ, ഞാൻ ഇവിടുന്ന് ചെയ്ത സേവനങ്ങളൊക്കെ ദുനിയാവും തന്നെ എനിക്ക് കിട്ടിപ്പോകുമെന്ന് പേടിയുണ്ട്. കണ്ടോ, ഇതാണ് ഈ മഹാന്മാരുടെ ഒക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളെ അമൽ ഇബ്ലീസ് ബാത്തിലാക്കുന്നുണ്ടോ എന്ന് പേടിക്കണം. പരമാവധി ചെയ്യുന്നൊന്നും ആരും അറിയണ്ട. അഥവാ അറിഞ്ഞാൽ തന്നെ വേഗം എസ്കേപ്പ് ആവുകയാണെന്ന് വേഗം പോവുക. നമുക്ക് ഈ രാഷ്ട്രീയക്കാരുടെ കളി പറ്റുമോ? നമ്മൾ മതമല്ലേ, മതസംഘടനയല്ലേ? രാഷ്ട്രീയക്കാർക്ക് ദുന്യാവല്ലേ ഉള്ളൂ, നമ്മൾ മതസംഘടനയല്ലേ? അവ നമ്മൾ ആഖിറത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. ഞാൻ എൻ്റെ പ്രസംഗം നിർത്താണ്. 4ാമത്തെ കാര്യം, നമുക്ക് പേടിയുണ്ടാവേണ്ട 4ാമത്തെ കാര്യം, എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തുമോ നരകത്തിലെത്തുമോ എന്ന പേടി നമുക്കുണ്ടാവണം. എങ്ങനെയാ മക്കളെ കൊണ്ട് സ്വർഗത്തിലെത്തുക? അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. അവരെ ദീനീ ചിട്ടയിൽ വളർത്തണം. അവർ പോകുന്ന ക്യാമ്പസിൽ മതത്തിൻ്റെ വേഷം തന്നെയാണോ അനുവദിക്കപ്പെടുന്നത് എന്ന് നമുക്കൊരാലോചന ഉണ്ടാവണം. ഇമാം യൂസുഫ് നബഹാനി തങ്ങൾക്കൊരു കിതാബുണ്ട്, ഇർഷാദുൽ ഹയാറ എന്ന കിതാബ്. ആ കിതാബിൽ കാണാം, പല കുട്ടികളും പല കലാലയത്തിലും പോയിട്ടാണ് ഈമാൻ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത്. രക്ഷിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. എൻ്റെ മോന് ളുഹർ നിസ്കാരത്തിന് അസർ നിസ്കാരത്തിന് ക്യാമ്പസിൽ സൗകര്യമില്ലെങ്കിൽ ആ ക്യാമ്പസിൽ നിന്ന് ബിഫാം അല്ല, BDS അല്ല, ഫാം ഡി അല്ല, ഇംഗ്ലീഷ് എത്ര ഫ്ലുവൻ്റ് ആയിട്ട് എന്താ കാര്യം? എൻ്റെ മോനെ കൊണ്ട് എൻ്റെ മോളെ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ നരകത്തിൽ പോകാൻ പറ്റുമോ എന്ന് പേടി നമുക്കുണ്ടാവണം. ആ ആശങ്ക ഉണ്ടാവണം, ആ പേടി നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ചെറിയൊരു ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വളരെ വേഗത്തിൽ പോകുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച്, മോൻ എന്താ ദുആയിനൊന്നും ഇരിക്കാത്തത് എന്ന അർത്ഥത്തിലാ ചോദ്യം. ദിക്റും കാര്യങ്ങളൊന്നും ഇല്ലേ, മോൻ എന്താ വേഗത്തിൽ പോണത്? അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ താല്പര്യം, മോൻ എന്താ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗത്തിൽ പോണത്? മോനിക്ക് അള്ളാഹിനോടൊന്നും പറയാനില്ലേ? അന്നേരം അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയണത്, നബിയെ, ഞാൻ വേഗത്തിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ പോകുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഈന്തപ്പന മരം എൻ്റെ വീടിനോട് ചാരിയിട്ടാണുള്ളത്. രാത്രി കാറ്റടിച്ചാൽ അതിലെ ഈത്തപ്പഴമൊക്കെ എൻ്റെ വീട്ടിലേക്ക് പഴുത്തതൊക്കെ വീഴും. വിശന്നൊട്ടിയ എൻ്റെ മക്കൾ, ആ മക്കൾ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്, വളരെ പ്രയാസമാണ്. ആ മക്കൾ രാവിലെ തന്നെ ആ വീണുപോയ ഈത്തപ്പഴം എടുത്ത് തിന്നാൽ ഹറാമ് തിന്നലാവൂലേ? അതുകൊണ്ട് അതൊക്കെ പൊറുക്കിയെടുത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് എറിയാൻ വേണ്ടിയാണ് ഞാൻ സുബഹ നിസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുത്ത് ധൃതി കാണിച്ചു പോരുന്നത്. ഇത് കേട്ടപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര സങ്കടമായി, പാവം. അങ്ങനെ അബൂ ദുജാന തങ്ങൾക്ക് ആ ഈന്തപ്പന മരം വാങ്ങിക്കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏർപ്പാട് ചെയ്തു എന്നാണ് ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം. ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ദാരിദ്ര്യത്തിൻ്റെ തീച്ചുളയിലും എൻ്റെ മക്കൾ തിന്നത് ഹലാലാവണം. ഹലാല് തിന്ന മക്കളെ നന്നാവുള്ളൂ.
ഗസാലി ഇമാം റഹിമഹുല്ലാഹി ഇഹ്യയിൽ പറയുന്നുണ്ട്, ഹലാല് മക്കൾക്ക് തിന്നണം, ഹലാല് തന്നെ തിന്നണം എന്ന് ഉപ്പാക്കും ഉമ്മാക്കും നിർബന്ധം ഉണ്ടാവണം. അതിന് ഉമ്മ ആദ്യം കൊടുക്കുന്ന മുലപ്പാല് ഹലാലാവണം. അതിന് ഭർത്താവ് സമ്പാദിക്കുന്നത് ഹലാലാവണം. അതുകൊണ്ട് വാങ്ങിയ മാംസവും മറ്റും പച്ചക്കറിയൊക്കെ ഹലാലാവണം. അത് കഴിച്ചിട്ട് ഭാര്യക്കുണ്ടാവുന്ന മുലപ്പാല് ഹലാലാവണം. ആ പാല് കുടിച്ച കുട്ടി നന്നാവണോ വേണ്ടിയോ എന്ന് ചോദിച്ചാൽ ഹലാലായ പാല് കുടിച്ച കുട്ടി നന്നാവും, ഉറപ്പല്ലേ? അത് നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ഹലാല് മാത്രം കഴിക്കണം, ഹലാല് മാത്രം തിന്നാൻ കൊടുക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ നമ്മളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹുവെ നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈ പരിപാടിയുടെ സംഘാടകരായ മുസ്ലിം ജമാഅത്തിൻ്റെ നേതാക്കൾ, SOS-ൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ, SSF-കാരായ പ്രിയപ്പെട്ട കൂട്ടുകാർ, എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ പരിപാടിക്ക് വന്ന എല്ലാ ഉമ്മമാർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഉപ്പമാർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം നൽകണേ റഹ്മാനെ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ. വളരെ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ തന്ന വീട്ടുകാർക്ക് സ്വർഗത്തിൽ പകരം കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ കുടുംബത്തുനിന്ന് മരിച്ചവരുടെ ഖബർ സ്വർഗ്ഗാക്കണേ അല്ലാ. നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിൻ്റെ ഈറ്റില്ലമായ ഒരു നാടാണ്. ഇനിയും ഉത്തരോത്തരം നീ വളർത്തണേ റഹ്മാനെ. ബർക്കത്ത് നൽകണേ റഹ്മാനെ. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. മരണപ്പെട്ടുപോയ അമീൻ സക്കാഫിയുടെ വാപ്പ അല്ലേ, മരണപ്പെട്ടുപോയ വാപ്പ. അള്ളാഹു വരെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. എല്ലാവരും മുസാഫത്ത് ചെയ്യുക ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അൽഹംദുലില്ലാഹ് ഉസ്താദിൻ്റെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഇൽമ്